ഹാപ്പി മോർണിംഗ് ടു എവ്രി വൺ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും ഒരു പ്രഭാതത്തിലേക്ക് നമ്മെ ഉണർത്തിയ നന്ദി. ഈ ഭൂമി മനുഷ്യൻ ഈ ഭൂമിയിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വേദനാജനകമായ ഒരു വികാരമാണ് ഒറ്റപ്പെടലും ഏകാന്തതയും. ഒരുപക്ഷെ മനുഷ്യൻ ഏകനായി ജനിച്ചത് കൊണ്ടായിരിക്കണം ഈ ഒരു വികാരം മനുഷ്യനെ പലപ്പോഴും ഒറ്റപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നത്. നമ്മളൊക്കെ ഈ ഒറ്റപ്പെടലിന്റെ വേദനകളിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ടാവാം. ഈ ഭൂമിയിൽ നമ്മൾ എപ്പോഴും ഒറ്റക്കാണ്. പക്ഷെ ഈ ഒരു വികാരം നമുക്ക് ഉണ്ടാവുന്നത് നമ്മൾ ഒരുപാട് സ്നേഹിച്ചിട്ടും ആ സ്നേഹം കാണാതെ മറ്റുള്ളവർ നമ്മെ തട്ടിക്കളഞ്ഞു പോകുമ്പോഴാണ്. ഒരിക്കലും ഭയക്കരുത്. ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ ദൈവത്തിനും സമയത്തിനും വേണ്ടി കാത്തിരിക്കുക. കാരണം സമയത്തിനും ദൈവത്തിനും മായ്ക്കാനാവാത്ത മുറിവുകൾ ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല. ചില സമയങ്ങളിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയേക്കാം. നമ്മൾ ഒത്തിരി സ്നേഹിച്ചിട്ടും സ്നേഹം തിരിച്ചു തരാതെ മറ്റ് സ്നേഹങ്ങളുടെ പിറകിൽ ഓടി നടക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ സുഹൃത് വലയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ ഉണ്ടായേക്കാം. ഒരിക്കലും അവരോട് ദേഷ്യം കൊണ്ട് നടക്കരുത്. നമ്മെ തിരിച്ചറിഞ്ഞ് നമ്മുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കി അവർ തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കാൻ ഒരു മനസ്സുണ്ടാവുക. ഒപ്പം ദൈവത്തെ കൂട്ടുപിടിക്കുക. ഓർക്കുക, ദൈവത്തിനും സമയത്തിനും മായ്ക്കാനാവാത്ത ഒരു മുറിവുകളും ദൈവം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. സുധാ സാർ നയിച്ചുകൊണ്ടിരിക്കുന്ന ടോട്ട്സ് വെബിനാറിന്റെ 981 സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ സെഷന്റെ പ്രോഗ്രാം ഡയറക്ടറായി നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ നിത്യ സാന്നിധ്യമായിട്ടുള്ള നിറസാന്നിധ്യമായിട്ടുള്ള എന്നും രാവിലെ ഒഡീഷയിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സുനിൽ കുമാർ സാറാണ്. സാറിനെ വളരെ സന്തോഷപൂർവ്വം പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സുനിൽ കുമാർ സർ. പ്ലീസ് ടേക്ക് ഓവർ ദ സെഷൻ. താങ്ക് യു. താങ്ക് യു റൂബി മാഡം. നമ്മുടെ സാമൂഹ്യ ജീവിയായ മനുഷ്യൻ ഒറ്റപ്പെടുമ്പോഴുള്ള വേദനയും വിതുമ്പലും തേങ്ങലുമാണ് പല ആത്മഹത്യകളിലേക്കും അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന സാമൂഹിക വിപത്തിലേക്ക് നയിക്കുന്നത്. അവിടെയെല്ലാം ഈ സമയവും കടന്നു പോകും എന്നുള്ളൊരു ചിന്ത വന്നാൽ, ദൈവവും സമയവും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ആ ഒറ്റപ്പെടൽ മാറി നമുക്ക് നല്ല ജീവിതത്തിലേക്ക് നയിക്കാൻ പറ്റും എന്നുള്ള ഒരു നല്ല ശുഭചിന്ത നൽകിയ റൂബി മാഡത്തിന് കൃഷ്ണ നന്ദി. പിന്നെ കയറാൻ ഒന്ന് ലേറ്റായാലും ക്ഷമ ചോദിക്കട്ടെ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ PD ആയിട്ടിരിക്കേണ്ട ഒരു നിയോഗം കൂടെ വന്നത് കൊണ്ടുള്ള ഒരു ഡിലേ ആണ്. അത് കഴിഞ്ഞിരുന്നില്ല എങ്കിലും അവിടുന്ന് ക്ഷമ ചോദിച്ചിട്ട് വന്നതാണ്. ഇന്ന് എത്രാമത്തെ ദിവസമാണ് സാർ? 970 റൂബി മാഡം 981. യെസ്, 981. നമ്മൾ 1000ന്റെ ആ മഹാകൽപ്പടവിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 981. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരീദ് കുൻ സാറ് ആദ്യകാലത്ത് 4ാമത്തെ ബാച്ചാണ് എൻ്റെ ഓർമ്മ. ആദ്യകാലത്ത് വളരെ സജീവമായിട്ട് നല്ലൊരു ട്രെയിനറായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ സജീവമായിട്ട് നിന്നിരുന്ന ഒരാളാണ്. അദ്ദേഹം തിരിച്ചു വന്നതിലൊരു സന്തോഷം കൂടെ ഞാൻ പറയട്ടെ. അദ്ദേഹത്തിന്റെ PD ആയിരിക്കാനുള്ളൊരു സന്തോഷം കൂടെ ഞാൻ പറയട്ടെ. അദ്ദേഹത്തിനെ പറ്റി പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ല. പക്ഷെ ഒരു വെറ്റിനറി ഡിപ്പാർട്ട്മെന്റില് മൂന്നാറും മൂവാറ്റുപുഴയും, അദ്ദേഹം മൂവാറ്റുപുഴ ഉണ്ടായിരുന്നു, അതിനുശേഷം മൂന്നാറിൽ പോയത് നമ്മൾ അറിഞ്ഞു. അതൊക്കെ ആദ്യകാലത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഓർമ്മ കാണും. അതിലൊക്കെ ഉപരി അദ്ദേഹം നൽകുന്ന മോട്ടിവേഷൻ, അദ്ദേഹത്തിന്റെ വളരെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വളരെ ക്ലേശകരമായ ഒരു ജീവിതമാണ്. ക്ലേശകരം ഞാൻ പറയുന്നില്ല, ഒരു പരീക്ഷണാത്മകമായ ജീവിതം നയിച്ച് വന്ന് നല്ലൊരു മോട്ടിവേഷൻ ട്രെയിനർ, കരിയർ ഗൈഡൻസും ഒരുപാട് നല്ലൊരു മോട്ടിവേഷൻ ട്രെയിനറായിട്ട് ഔദ്യോഗിക ജീവിതത്തിന്റെ ഇടയിലും തിളങ്ങി നിൽക്കുന്ന ഒരാളാണ്. നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്ത് കുറച്ച് സമയമായിട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു ചെറിയൊരു വിഷമവും പരാതിയും മാത്രമേ ഉള്ളൂ. അദ്ദേഹം നമ്മളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിനേഴ്സ് കോൺടെസ്റ്റ് നടത്തിയിരുന്നു. 12 ബാച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഓർമ്മ. അതിനകത്ത്
വിന്നറും കൂടെയാണ്. സെക്കൻഡ് പ്രൈസ് കിട്ടി വിന്നറാണ്. അതും ഒരു ഓഫ്ലൈൻ ട്രെയിനിങ് നടത്തിയപ്പോൾ അതിനകത്തും റീജിയണൽ ലെവലിൽ വിന്നറായിട്ട് ഒരു ഹയർ ലെവലിൽ വരെ എത്തിയ ഒരാളാണ്. നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളൊക്കെ മനസ്സിൽ മുഴങ്ങാണ്. അത് വളരെ എനർജറ്റിക് ആയിട്ട്, കാരണം ഒരുപാട് നല്ല ട്രെയിനിങ്ങുകൾ അന്ന് ഇരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഓർക്കുന്നുണ്ടാവും. ഇന്ന് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. കാരണം നമ്മൾ ജനുവരി നടന്നുകൊണ്ടിരിക്കുന്നു. ജനുവരി 1-ാം തീയതി ന്യൂ ഇയർ ആണെങ്കിലും ജനുവരി മാസം മുഴുവൻ നമ്മൾ ഗോൾ സെറ്റിങ്ങും ഫോക്കസും ഒക്കെ മനസ്സിലെങ്കിലും ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരുപക്ഷെ ഫെബ്രുവരി കഴിയുമ്പോഴേക്ക് നിൽക്കുമായിരിക്കും. പക്ഷെ അങ്ങനെ നിൽക്കാതെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം നമ്മുടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് തിരിച്ചുവരവിലെ വലിയൊരു സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് ഫരീദ് കുഞ്ഞ് സാറിനെ വളരെ ആദരവോടെ സ്നേഹത്തോടെ നമ്മളെ ഈ പ്ലാറ്റ്ഫോമിൽ വിളിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഒരു സുപ്രഭാതം, നല്ലൊരു സാറിന്റെ സ്ലൈഡ് കാണിക്കുന്ന പോലെ സുന്ദരമായ സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് സാറിന് പ്ലാറ്റ്ഫോം കൈമാറുന്നു. ഓവർ ടു യു ഫരീദ് കുഞ്ഞ് സാർ. താങ്ക് യു. താങ്ക് യു സാർ. കുറച്ചു കാലമായി ഈ പ്ലാറ്റ്ഫോമിൽ സാറ് സൂചിപ്പിക്കപ്പെട്ട പോലെ വന്നിട്ട്, എങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഞാനൊന്ന് കയറിയിരുന്നു. ഇന്നത്തെ ഈ പ്രഭാതം 2023 ജനുവരി 18 ഒരുപാട് നല്ല വാക്കുകൾ കേട്ടുകൊണ്ടാണ് ആരംഭിക്കുന്നത്. നമ്മുടെ റൂബി മാമിന്റെ വളരെ ചിന്തോദ്ദീപകമായ ആ വാക്കുകളും സുനിൽ സാറിന്റെ വാക്കുകളും ഈ വെബിനാർ 916 പിന്നിട്ട് അതിന്റെ പൂർണ്ണതയായ 1000-ലേക്ക് എത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമുള്ളപ്പോ ഈ 981-ാമത്തെ ദിവസം എനിക്ക് അവസരം തന്നതിന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും 981 ദിവസങ്ങളിൽ ഒന്നുപോലും മുടക്കാതെ, എന്ന് പറഞ്ഞാൽ നെറ്റ് ഉണ്ടെങ്കിൽ ഞാനുണ്ട് എന്ന ഒരു വാചകം തന്നെ ലോകത്തിന് സമ്മാനിച്ച സുനിൽകുമാർ സാർ, നല്ല ഒരു അപ്രിസിയേഷൻ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം കേട്ടോ, നല്ലൊരു കൈയ്യടി. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്നത്തെ PD എന്നതിൽ എനിക്ക് വളരെ സന്തോഷം. അപ്പോ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയത്തിലേക്ക് ഇവിടെ സൂചിപ്പിച്ചു, 2023 ജനുവരി മധ്യഭാഗമായിട്ടുള്ളൂ, ഒരു വർഷത്തിന്റെ തുടക്കമായിട്ടുള്ളൂ. ശരിക്കും ഇത് ന്യൂ ഇയർ ഡേയ്സ് തന്നെയാണ് എന്നതാണ്. അപ്പൊ ഈ ഒരു ദിവസം നിങ്ങളുമായി വളരെ കുറഞ്ഞ കാര്യം, എന്നാൽ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. സ്വപ്നങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങൾ കാണേണ്ട ആവശ്യകതയെക്കുറിച്ചും ഏത് സ്വപ്നങ്ങൾ എങ്ങനെ കാണണം എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് സ്വപ്നങ്ങളെ കുറിച്ചല്ല സംസാരിക്കുന്നത്, പക്ഷെ സ്വപ്നങ്ങൾ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. സ്വപ്നങ്ങൾ മനുഷ്യനെ കർമ്മപഥത്തിൽ
പുതിയ കർമ്മ മേഖലകൾ കണ്ടെത്താനും ഊർജ്ജസ്വലതയോടെ മുന്നേറാനും നാം കാണുന്ന സ്വപ്നങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നതാണ്. സ്വപ്നങ്ങൾ എല്ലാവരും കാണാറുണ്ട്. ഇന്നലെ രാത്രിയും നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നാം കാണുന്ന ഈ സ്വപ്നങ്ങളെ അത് പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ അതിൽ എത്തിച്ചേരാൻ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നതാണ്. ഈ സ്വപ്നങ്ങൾ കാണാൻ കഴിയാതെ വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇടപ്പള്ളി രാഘവ മേനോന്റെ ഒരു ആത്മഹത്യാക്കുറിപ്പ് അദ്ദേഹം പറയുന്നുണ്ട്. എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നതിനെ കുറിച്ച് പറയാന് മുമ്പ് അദ്ദേഹം എഴുതിയ വരികളുണ്ട്. ജീവിക്കാൻ ഒരു കാരണം കണ്ടെത്താൻ ഇല്ലായിരിക്കുകയും എന്നെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ എൻ്റെ പരിഭവങ്ങൾ കേൾക്കാൻ എന്നോടൊപ്പം നിൽക്കാൻ ആളില്ലാതെയും ചെയ്യുന്ന ഒരു ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന തരത്തിലാണ് അദ്ദേഹം എഴുതി വച്ചത്. ഈ സ്വപ്നങ്ങൾ മനുഷ്യനെപ്പോഴും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. വെറുതെ കാണുന്ന സ്വപ്നങ്ങളല്ല. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാചകങ്ങളൊക്കെ ഈ പ്ലാറ്റ്ഫോമിലുള്ളവർക്കും മനപ്പാടം. സ്വപ്നങ്ങളെ കുറിച്ച് ഇത്രയും മനോഹരമായി പറഞ്ഞിട്ടുള്ള മറ്റാരും ലോകത്ത് തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നാം കാണുന്ന ഈ സ്വപ്നങ്ങളെ നമുക്ക് എങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റും, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ടോപ്പിക്ക് ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ട്, ഫ്രഷ് ഫോക്കസ് ഫോർ 2023 എന്നതാണ്. ഈ 2023 ആരംഭിച്ചിട്ടേ ഉള്ളൂ, തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. നമുക്കെല്ലാം അറിയാം, ഒരുപാട് പ്രതീക്ഷകളോടെ ആണ് 2023 ജനുവരി 1 പിറന്നത്. കഴിഞ്ഞ കാലങ്ങൾ ഒരുപാട് ദുഃഖങ്ങളുടെയും വേദനകളുടെയും പരാജയങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ വർഷങ്ങളായിരുന്നെങ്കിൽ കോവിഡും നിപ്പയും പ്രളയവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോട്ട് നിരോധനം അടക്കമുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ മുൻകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതെല്ലാം മാറി വളരെ മനോഹരമായ ഒരു വർഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. നമ്മൾ വലിയൊരു ഭാഗ്യവാന്മാരാണ്, അല്ലെങ്കിൽ അനുഗ്രഹീതരാണ്. കാരണം 2023 നമുക്ക് വളരെ ഊർജ്ജസ്വലമായി ആക്റ്റീവായി ഇരിക്കാനും ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ എനിക്ക് സംസാരിക്കാനും അതുപോലെ എന്നെ കേൾക്കാൻ നിങ്ങൾക്കും അത് വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, ലോകത്ത് 700 കോടി ആളുകളുണ്ട്. ഈ 700 കോടി ആളുകളിൽ എൻ്റെ മുന്നിൽ നിന്ന് അന്ന് 100ഓളം കുട്ടികളാണ് ഇരുന്നത്. നിങ്ങളാണ് ലോകത്തെ ഏറ്റവും ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. കാരണം ഞാൻ അന്ന് പറഞ്ഞത്, സാർ ഇവിടെ എൻ്റെ ലൈഫിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും നമ്മൾ ഇതിനകത്ത് മിക്കവാറും ഞാൻ സംസാരിക്കും. അപ്പൊ എന്നെ പോലുള്ള ഒരാളുടെ ക്ലാസ്സിൽ നിന്ന് കേൾക്കാൻ ലോകത്ത് ഭാഗ്യം ലഭിച്ചത് നിങ്ങളാണ് എന്ന് പറഞ്ഞപ്പോ കുട്ടികൾ ഭയങ്കരമായിട്ട് കൈയടിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു 2023 നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ പ്രതീക്ഷയോടെയാണ്. തെളിഞ്ഞ അന്തരീക്ഷം, ഒരുപാട് സാധ്യതകൾ ലോകത്ത് മനുഷ്യന്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഏറെ അഭിമാനത്തോടെ നമുക്ക് പറയാം, പഠനങ്ങൾ തെളിയിക്കുന്നത് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, ഭാരതീയൻ എന്ന നിലയിൽ നമുക്ക് ഏറെ അഭിമാനിക്കാനുള്ള ഒരു വർഷമാണ് 2023. ഒപ്പം ഇനി വരാനുള്ള വർഷങ്ങൾ എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുമൊക്കെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ GDP എന്നൊക്കെയുള്ള വലിയ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നു. പക്ഷേ നമ്മുടെ മുന്നിലുള്ള ഈ സാധ്യതകളെ എത്ര ശതമാനം ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നിടത്താണ് പ്രശ്നം. എല്ലാവരും പറയും അവസരങ്ങളില്ല, അവസരങ്ങളില്ല, അവസരങ്ങളില്ല. അതല്ല പ്രശ്നം. അവസരങ്ങളുണ്ട്. അവസരങ്ങൾ പലപ്പോഴും നമ്മളെ തേടി എത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വാതിലിൽ മുട്ടാറുണ്ട് പലപ്പോഴും. നമ്മുടെ കയ്യെത്തും ദൂരത്ത് ഈ അവസരങ്ങൾ വരാറുണ്ട്. പക്ഷേ മഹാഭൂരിഭാഗം ആളുകളും അവയെ കണ്ടെത്തുകയോ കണ്ടെത്താൻ ശ്രമിക്കുകയോ
അഥവാ ഇനി കയ്യെത്തുന്ന സ്ഥലത്ത് വന്നാൽ അവയെ ഒന്ന് ചാടി പിടിക്കാനോ ശ്രമിക്കാറില്ല. അതിനുള്ള ഒരു പ്ലാനിങ് ഇല്ല, അതിനുള്ള ഒരു ലക്ഷ്യമില്ല, അതിനുള്ള ഒരു പ്രവർത്തനങ്ങളില്ല. ഇവിടെയാണ് നമ്മൾ വ്യത്യസ്തമാകുന്നത്. ഈ ഫ്രഷ് ഫോക്കസ് ഫോർ 2023 ഫോക്കസിനെ കുറിച്ച് പറയുമ്പോ നമ്മളൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാവും. മാർക്ക് മക്കോബാത്തിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ട്. എല്ലാ ഗോൾ സെറ്റിംഗ് ക്ലാസ്സുകളിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ആ റിപ്പോർട്ട്. 1979 വിശ്വപ്രസിദ്ധമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ MBA സ്റ്റുഡൻസിനിടയിൽ നടത്തിയ ഒരു പഠനമാണ്. ആ പഠന റിപ്പോർട്ടാണ് അത് നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നതാണ് ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നതും ഒരുപക്ഷെ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയതും അതുകൊണ്ട് തന്നെയാണ്. ഈ MBA സ്റ്റുഡൻസിന്റെ ഗ്രാജുവേഷൻ സെറിമണിയുടെ അന്ന് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങി പോകുന്ന കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു. ഈ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ്. ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് കൃത്യമായി ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട് എന്നതായിരുന്നു ഒരു ചോദ്യം. അതായത് ഇനിയുള്ള ഇവിടുന്ന് ഹാർവാർഡിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്ത് നിങ്ങൾ ജീവിതത്തിൽ നേടും എന്നതിനെ കുറിച്ച് കൃത്യമായ ലക്ഷ്യങ്ങളുള്ള ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട് എന്നതായിരുന്നു ചോദ്യം 1. 13% കുട്ടികൾ പറഞ്ഞു ഇത് കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട ലക്ഷ്യങ്ങൾ അവർക്കുണ്ട് എന്ന്. വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് എന്നതായിരുന്നു അടുത്ത ചോദ്യം. ഇത് നമ്മോടും കൂടിയുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് ഒരു പേപ്പറിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വച്ചിട്ടുള്ള എത്ര പേരുണ്ട് എന്നതായിരുന്നു. അതിന്റെ റിപ്പോർട്ട് 3% കുട്ടികളാണ് പറഞ്ഞത് ഞങ്ങൾ എഴുതി വച്ച ലക്ഷ്യങ്ങളുണ്ട് എന്ന്. റിട്ടൺ ഗോൾ ഉള്ളവർ only 3%. 10 വർഷങ്ങൾ കഴിഞ്ഞു. 1989 ഇതേ കുട്ടികളെ അവർ ഇന്ന് എവിടെ നിൽക്കുന്നു? ഹാർവാർഡിൽ നിന്ന് 10 വർഷം മുമ്പ് പുറത്തുപോയ ഈ കുട്ടികൾ ജീവിതത്തിന്റെ ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഇവർ ഓരോരുത്തരെയും വീണ്ടും സമീപിച്ച് അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി. അപ്പോൾ കണ്ടെത്തിയ ഒരു റിപ്പോർട്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. 13% കുട്ടികൾ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഒരു ഇത് വന്നിട്ടുണ്ട് ഇന്ത്യയുടെ പുതിയ അവസ്ഥകളെ കുറിച്ചൊക്കെ. തീർച്ചയായും അതൊക്കെ മാറും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഞാൻ പറഞ്ഞത് ഇന്ത്യ മൊത്തത്തിൽ GDP-യുടെ വളർച്ചയാണ്. അതിപ്പോ എല്ലാ രാജ്യങ്ങളിലും തന്നെ നമ്മൾ നോക്കിയാലും ഇങ്ങനെ അത് മാർജിനലൈസ് ഒക്കെ പോയി ചെയ്ത് പോകുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമാണ്. ഇവിടെ ഒരു കമന്റ് വന്നതാണ്. താങ്ക് യു. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഈ 13% ആളുകൾ ലക്ഷ്യമുണ്ടായിരുന്നു. 3% പേർക്ക് എഴുതപ്പെട്ട ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ 84% കുട്ടികൾക്ക് അങ്ങനെ കൃത്യമായ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കോഴ്സ് എങ്ങനെയും കഴിയണം, തുടർന്ന് തൊട്ടടുത്ത് വരുന്ന വേനൽക്കാലം അടിച്ചു പൊളിക്കണം എന്നതായിരുന്നു. ഈ 13% ആളുകളുടെ ജീവിതം 10 വർഷങ്ങൾക്ക് ശേഷം പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് ഈ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ പുറത്തിറങ്ങിയ 84% ആളുകളെക്കാൾ 2.5-3 ഇരട്ടി സമ്പാദിക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ അവരെക്കാൾ കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ എത്തിയവരായിരുന്നു ഈ 13% ഗോൾ ഉണ്ടായിരുന്നവർ എന്നതാണ്. ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളത് 3% പേരുണ്ടായിരുന്നു, അതായത് റിട്ടേൺ ഗോളുള്ള. അവരുടെ ജീവിതം ലക്ഷ്യങ്ങൾ ഇല്ലാത്തവരെക്കാൾ 10 മടങ്ങിലധികം മെച്ചപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്നവരായിരുന്നു അവരെന്ന്. പ്രിയമുള്ളവരെ, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ടോട്സിന്റെ കുടുംബാംഗങ്ങൾ, നിങ്ങളിൽ എത്ര പേർക്ക് എഴുതപ്പെട്ട ഗോളുകളുണ്ട് എന്നതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം.
സ്വപ്നം കാണുന്നുണ്ടോ എന്നല്ല, എല്ലാവരും കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ചോദ്യം ഒഴിവാക്കുകയാണ്. എഴുതപ്പെട്ട ഗോളുകളുള്ള എത്ര പേർ നിങ്ങളിലുണ്ട്? ചാറ്റ് ബോക്സിൽ ഉപയോഗിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ കൈ ഉയർത്തുന്നു. സുനിൽകുമാർ സാർ യെസ് എഴുതിയിട്ടുണ്ട്. എഴുതപ്പെട്ട ലക്ഷ്യങ്ങളുള്ളവർ. നസീം, മിസ്സിസ് നസീം എഴുതിയിട്ട് തമ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇളങ്കോ സാറ് എസ് അടിച്ചിട്ടുണ്ട്. ലതാ മോള് എസ് അടിച്ചിട്ടുണ്ട്. ടീം കനൽ ഫോർ രഞ്ജി കൃഷ്ണ ഫോർ ദിസ് കനൽ. ഓക്കെ, നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ടീം കനൽ. മെമ്പേഴ്സ് ആണ് ഇവിടെ ഭൂരിപക്ഷവും. എല്ലാ ആഴ്ചയും എഴുതപ്പെട്ട ഗോളുകളെ കുറിച്ച് ഇവാലുവേഷൻ നടത്താം. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു കനൽ പൊട്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു കവിത ഉണ്ടല്ലോ, അടിപൊളി ഭയങ്കരമായ ഒരു കവിത. അപ്പൊ ഞാനത് അത് വെച്ചിട്ട് ഒരു ഇതാണ് സ്ത്രീധനത്തിനെതിരെയുള്ള ഒരു, നമുക്ക് ഗോൾ സെറ്റിംഗിന് വേണ്ടി സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അതാണ് ടീം കനൽ. അതാണ് അരുൺ സാർ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ വളരെ സന്തോഷം. ഇവിടെ ലോകത്തെ 3% അല്ല, നല്ലൊരു ആളുകളും ഇവിടെ ഗോള് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. വിജയികളും പരാജിതരെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഇതാണ്. ഒരുപാട് പഠനങ്ങൾ വേറെയും വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എഴുതപ്പെട്ട ഗോളുകളുള്ളവർ ഗോളുകൾ ഇല്ലാത്തവരെക്കാളും, ഗോൾ ഉണ്ട് പക്ഷെ എഴുതാത്തവരെക്കാളും വളരെയേറെ മുന്നിലാണ് എന്നതാണ്. അപ്പോൾ എഴുതപ്പെട്ട ലോകത്തെ ആ 3% മഹാവിജയികളായിട്ടുള്ള മഹത്തായ വിജയങ്ങൾ അവരാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മുന്നിലാണ് ലോകം കിടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ 3% ആളുകളുടെ കൂട്ടത്തിലേക്ക് നമ്മുടെ ടോട്സിന്റെ കുടുംബാംഗങ്ങളെല്ലാം എത്തി എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ 2023 നമ്മൾ നമ്മുടെ ലൈഫിനെ കുറിച്ച് കൃത്യമായി ചെയ്യുന്ന ഫോക്കസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പുതിയൊരു വേർഷൻ, എ ന്യൂ വേർഷൻ ഓഫ് യു. ഇന്നലകളിൽ 2022 ഡിസംബർ 31 വരെ ഞാൻ ആരായിരുന്നു, എന്തായിരുന്നു, എവിടെയായിരുന്നു എന്നതൊന്നും ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രസക്തമല്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനി നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രസന്റും ഇനി വരാനുള്ള ദിനങ്ങളും, ആ ദിനങ്ങളെ ഏറ്റവും അനുകൂലമാക്കി മാറ്റാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഒറ്റയടിക്ക് തീരില്ല, ചിലപ്പോൾ ഇത് തുടർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ടോപ്പിക് അതായത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഡിസൈൻ യുവർ സക്സസ് ആൻഡ് ക്രിയേറ്റ് യുവർ ഡെസ്റ്റിനി എന്നതാണ്. ഇവിടെ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, ഡിസൈൻ യുവർ സക്സസ്. എല്ലാവരും വിജയം എന്നൊക്കെ പറയും. പക്ഷേ എന്താണ് വിജയം? വാട്ട് ഈസ് സക്സസ്? സക്സസിന് നിങ്ങൾ കൊടുക്കുന്ന ഡെഫിനിഷൻ എന്താണ്? എങ്ങനെയാണ് വിജയത്തിലേക്ക് എത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിഫൈൻ ചെയ്യുന്നതോടൊപ്പം അത് ഡിസൈൻ ചെയ്യുക. നമുക്കെല്ലാം അറിയാം, എല്ലാ സാധനങ്ങളും, എല്ലാ ബിൽഡിങ്ങുകളും, പാലങ്ങളും എന്തുമാകട്ടെ, അത് ഡിസൈൻ ചെയ്തതിനു ശേഷമാണ് അതിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്തൊക്കെയാണ് എന്നത് ഒരു വർഷത്തിന്റെ ആരംഭത്തിൽ ജനുവരി 1 ലോകത്ത് ഒരുപാട് ആളുകൾ ജനുവരി 1 ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ജനുവരി 15, 18 ആകുമ്പോഴേക്കും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയവരുണ്ട്. നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്തരാണ് എന്നതാണ് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മളെ എത്തിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകം. വൈ ഫാക്ടർ എന്നതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അല്ലെ? ലോകപ്രശസ്തമായൊരു പുസ്തകം തന്നെയുണ്ട്, സൈമൺ സിനക്കിന്റെ സ്റ്റാർട്ട് വിത്ത് വൈ എന്ന് പറയുന്ന പുസ്തകം. എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തിന് എന്ന ഒരു ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ 6:30 ഒരുപാട് തിരക്കുകൾക്കിടയിൽ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വൈ എന്ന ഫാക്ടർ നമ്മോട് ചോദിക്കുന്നത് കൊണ്ടാണ്. ഒറീസയിലെ വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് സുനിൽ സാർ എല്ലാ ദിവസവും, എല്ലാ സീസണുകളിലും ഈ പ്ലാറ്റ്ഫോമിൽ 6:30 എത്തുന്നുണ്ടെങ്കിൽ സാർ ഈ വൈ ഫാക്ടർ സാറിനോട് ചോദിച്ചുകൊണ്ടാണ്. ഞാൻ എന്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ വരണം എന്നതിന്റെ ഉത്തരം അദ്ദേഹത്തിനുള്ളത് കൊണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ സക്സസ് എങ്ങനെയായിരിക്കണം, എന്തിനായിരിക്കണം, എന്തുകൊണ്ടായിരിക്കണം എന്ന വൈ ഫാക്ടർ വെച്ചുകൊണ്ട് നമ്മുടെ സക്സസിനെ നമുക്കൊന്ന് ഡിസൈൻ ചെയ്യും. സെക്കൻഡ്, ക്രിയേറ്റ് യുവർ ഡെസ്റ്റിനി. നമ്മളൊരു യാത്രയിലാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു യാത്രയാണ്. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു യാത്രയാണ് ലൈഫ് എന്നാണ് നമ്മൾ പറയുന്നത്.
അപ്പോൾ അവിടെ നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യേണ്ടത്. എവിടെ എത്തണം നമ്മള്? 2023 ഡിസംബർ 31 ഞാൻ എവിടെയായിരിക്കണം? എന്താണ് ഞാൻ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത്? 25-ല് 30-ല് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു റിപ്പോർട്ട് തന്നെ പറയുന്നത് അടുത്ത 20 വർഷക്കാലം ഇന്ത്യയുടേതായിരിക്കുമെന്ന ഒരു റിപ്പോർട്ട് കൂടിയുണ്ട്. നമ്മൾ വെറുതെ പറയുന്നതല്ല, പല പഠനങ്ങൾ നടത്തിയതിനു ശേഷം വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2043 വരെയുള്ള ഒരു കാലഘട്ടം നമ്മുടെ മുന്നിലുള്ള ഒരു സുവർണ്ണ കാലഘട്ടമായിരിക്കും. ഇപ്പൊ 20 കൊല്ലത്തെ ഒരു പഠനം നടത്തിയിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ എവിടെയായിരിക്കും? നമ്മുടെ റോൾ എന്താണ്? നമ്മൾ എന്താണ് ഈ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? അതാണ് നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരേണ്ട കൃത്യമായ ഡെസ്റ്റിനി തീരുമാനം. നമ്മളൊക്കെ എപ്പോഴും ക്ലാസ് എടുക്കുന്നവരാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഗോൾ സെറ്റിംഗ് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഉദാഹരണം, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോ നമ്മളൊക്കെ ആണെങ്കിൽ കൃത്യമായ ഉത്തരം പറയും. എന്നാൽ ചില ആളുകളുണ്ട് അങ്ങനെയൊന്നുമില്ല, എവിടെയെങ്കിലും പോകണം എന്ന് പറയുന്നു. ആ കൂട്ടത്തിലല്ല, നമ്മൾ കൃത്യമായി ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ ഡെസ്റ്റിനി. 2023 ഡിസംബർ 31 ഞാൻ എവിടെയായിരിക്കും, ഞാൻ എന്താണ് നേടിയെടുത്തിരിക്കുക, അത്തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡിസൈൻ യുവർ സക്സസ് ആൻഡ് ക്രിയേറ്റ് യുവർ ഡെസ്റ്റിനി എന്നതാണ്. അതിന് ഈ ഒരു ചിത്രം കണ്ടിട്ടുള്ളവർ ഒന്ന് കൈപൊക്കാമോ? ഒരു 3-5 ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിലൂടെ വന്ന ഒരു ചിത്രം, വളരെ വൈറലായ ഒരു ചിത്രമാണ്. ആയിരക്കണക്കിന് ആളുകള് ലൈക്ക് ചെയ്തു, ഒരുപാട് കമന്റുകൾ ഉണ്ടായി, ഒരുപാട് ഷെയറുകൾ വന്നിരുന്നു. ആർക്കെങ്കിലും പറയാമോ ഇത് ആരുടെ പോസ്റ്റ് ആയിരുന്നു? ഇത് ഒരു വ്യക്തിയുടെ 2 കാലുകളാണ് എന്ന് നമുക്കറിയാം. ശ്രീനിവാസന്റെ കാൽ എന്നാണ് അരുൺ ജി കൃഷ്ണൻ എഴുതിയിരിക്കുന്നത്. എന്തായാലും ആൻസർ പറഞ്ഞതിന് നമ്മുടെ കൺഗ്രാജുലേഷൻ പറയുകയാണ്. കാരണം ഉത്തരം പറയുക തെറ്റോ ശരിയോ എന്നുള്ള നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഹൗ വണ്ടർഫുൾ ആൻസർ. OMS എന്ന് പറഞ്ഞാൽ OMS ഇപ്പൊ ഒരു ആൻസർ ഇട്ടിരുന്നു. OMS എന്ന് പറഞ്ഞ ആരാണ്? ശ്രീജിത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീജിത്താണ് OMS എന്ന് പറഞ്ഞ. ഓക്കെ താങ്ക് യു സർ. ഇത് കേരളത്തില്, ഇന്ത്യയിൽ, ലോകത്ത് ഇന്ന് തിളങ്ങി നിൽക്കുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കർ. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുകയും അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വ്യക്തിത്വം നമുക്കറിയാം, മധു ഭാസ്കരൻ സാർ. ആ മധു ഭാസ്കരൻ സാറ് ഇട്ട ഒരു പോസ്റ്റാണ് ഇത്. മധു ഭാസ്കരൻ സാറിന് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ പറയാണ്, ഞങ്ങൾ അടുത്തിടയ്ക്ക് മീറ്റ് ചെയ്തപ്പോൾ എടുത്തൊരു ചിത്രമാണ്. എന്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ്. എന്റെ ഒരു വിഷൻ ബോർഡ് റിലീസ് ചെയ്തത് അദ്ദേഹം തന്നെ. ഞാനൊരു വിഷൻ ബോർഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബോൾഗാട്ടി പാലസിൽ വെച്ച്, ഇത് ഞങ്ങൾ ബോൾഗാട്ടി പാലസിലിരിക്കുന്ന അടുത്തൊരു പരിപാടിയാണ് ഞങ്ങൾ പങ്കെടുത്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ച്, അച്ഛന്റെ കാലുകളെ കുറിച്ചിട്ടൊരു ചിത്രം. ഒരുപാട് ചിന്തകൾ നമ്മളിലേക്ക് ഈ കാലുകൾ തരുന്നു. അച്ഛൻ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. വെരിക്കോസ് വെയിൻ വന്ന് കാലാകെ വേദനിക്കുന്ന, മുറിവുകൾ വരുന്ന, പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരച്ഛന്റെ കാലുകളാണ്. ഇത് എന്തുകൊണ്ട് അങ്ങനെ ഷെയർ ചെയ്തു എന്ന് ചിലരൊക്കെ നെഗറ്റീവായിട്ട് കമന്റുകൾ ഇടും. സാറ് തന്നെ എപ്പോഴും പറയാറുള്ളതാണ്, യൂട്യൂബ് വീഡിയോകളും ഫേസ്ബുക്ക് ഇടുമ്പോൾ നിങ്ങൾ ഒരു 20% ആളുകൾ നെഗറ്റീവ് കമന്റുകൾ ഇടും എന്നത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വീഡിയോകളും അതേപോലെ ഇതൊക്കെ പോസ്റ്റ് ചെയ്തത്. ഇവിടെ ഈ കാലുകളാണ് അദ്ദേഹത്തെ ജീവിതത്തിൽ ഗോൾ സെറ്റ് ചെയ്യാനും
ജീവിതത്തെ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയി കാണാനും സഹായിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വേദനിക്കുന്ന കാല് വെച്ചുകൊണ്ട് ചായ കച്ചവടം ചെയ്ത് കുടുംബത്തെ വളർത്തി വലുതാക്കിയ എന്നെ ഇതുപോലെ ലോകത്ത് പ്രശസ്തനാക്കി മാറ്റിയത് ഈ കാലുകളാണ്. ഈ കാലുകളോട് അതുകൊണ്ട് എനിക്ക് ഏറെ ബഹുമാനം തോന്നുന്നു, അഭിമാനം തോന്നുന്നു എന്നൊക്കെയാണ് സാർ അതിനകത്ത് എഴുതി. ഞാനിത് വായിച്ചത് അന്ന് ഒരു രാത്രി 11 മണിക്കാണ്. ഞാൻ അപ്പൊ തന്നെ ഒരു കമന്റ് അതിനകത്തിട്ടു. ആ കമന്റ് ഇതായിരുന്നു: ഈ കാലുകൾ, സാറിന്റെ അച്ഛന്റെ ഈ കാലുകൾ എന്നെ ഒരുപാട് ചില ഓർമ്മപ്പെടുത്തൽ നടത്തുന്നു. എന്റെ വാപ്പ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള, ഉമ്മ സ്കൂളിലൊന്നും പോയിട്ടില്ല. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, മണ്ണെണ്ണ വിളക്കിന്റെ മുന്നിലിരുന്ന സിനിസാർ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് സാർ അത് പറയാൻ കാരണം. എന്റെ ഗ്രാജുവേഷൻ വരെ BSc വരെ മണ്ണെണ്ണ വിളക്കിനായിരുന്നു. B.Ed മുതൽ പിന്നീട് കറണ്ട് വെട്ടത്തിലേക്ക് വന്നു. എന്നാലും വീടൊക്കെ അന്നും ചെറിയ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീടായി തന്നെയായിരുന്നു. അതല്ല പ്രശ്നം. ഇവിടെ കുറച്ച് സാമ്യതകൾ വന്നത്, എന്റെ വാപ്പയും ഒരു ചായ കച്ചവടക്കാരനായിരുന്നു, ആക്രി കച്ചവടം ചെയ്തിട്ടുണ്ട്, ചുമട്ട് തൊഴിലായി ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് മൂവാറ്റുപുഴ ടൗണിൽ റോഡ് വക്കില് 1 രൂപ വിലയുള്ള ഉള്ളിവട, പരിപ്പുവട ഉന്തുവണ്ടിയില് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇതൊന്നും അല്ല അവിടെ പ്രശ്നം. അവിടെ എന്റെ വാപ്പയുടെ ഒരു പ്രത്യേകത, എന്റെ വാപ്പയുടെ കാലിന്റെ 2 കാലിന്റെയും അടിയിൽ അക്കാലത്ത്, ഇന്ന് അപൂർവമായൊരു രോഗമാണ് ആണി രോഗം എന്ന് പറയുന്നത്. ഈ ആണി രോഗം ഉണ്ടായിരുന്നു. അത്രയും ഒരു ആണി രോഗം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരാണി തന്നെ ഉണ്ടായാൽ അതിന്റെ വേദന ഭയങ്കരമായിരിക്കും. അപ്പൊ കാലിലിങ്ങനെ നിറയെ ആണി രോഗമാണ്. എന്റെയൊക്കെ ഓർമ്മയില് വാപ്പ ബ്ലേഡ് അല്ലെങ്കിൽ കത്തിയൊക്കെ എടുത്തിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ തുരന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു സാധനം എടുത്തു കളയാൻ ശ്രമിക്കുന്നത് അക്കാലത്ത് കണ്ടിട്ടുണ്ട്. അന്ന് ഇതിന് കൃത്യമായ ചികിത്സയൊന്നും. ഇന്ന് നമ്മൾ ലില്ലി എന്ന് പറയുന്ന, അന്ന് ഞങ്ങൾ കാട്ടുള്ളി എന്ന് പറയുന്ന ഒരു ഉള്ളിയുടെ ഇത് കൊണ്ടുവന്നിട്ട് ചെത്തി ചൂടാക്കിയിട്ട് ആ മുറിയിൽ വയ്ക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടും വാപ്പ. പക്ഷെ ആ കാലുകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം കുടുംബം പോറ്റാൻ വേണ്ടി ഏറെ ത്യാഗങ്ങൾ സഹിച്ചതും. ആ കാലുകൾ വച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എന്നെ എന്റെ ചെറുപ്പത്തിൽ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോഴും സാറിന്റെ ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് എന്റെ വാപ്പ ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനകത്ത് എഴുതുകയും ചെയ്തിരുന്നു. സാർ അതിന് എന്റെ കമന്റിന് റിപ്ലൈ ഇടുകയും ചെയ്തിരുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, അപ്പൊ ഇത്തരത്തിലുള്ള ചില ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിനെ ഫോക്കസ് ചെയ്യാനും കൂടുതൽ ഉയരങ്ങൾ, കൂടുതൽ ഊർജ്ജസ്വലതയുടെ നേടിയെടുക്കാനും നമുക്ക് പ്രചോദനം നൽകുന്നതായിരിക്കും. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എനിക്കറിയാം, ആരും വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു വീണവരൊന്നും അല്ല ഈ ഭൂമിയിൽ. നിങ്ങൾ ഓരോരുത്തരുടെയും ലൈഫിൽ ഇത്തരത്തിലുള്ള പല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ ചിലപ്പോൾ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ പറയാമോ? പല ട്രെയിനിങ്ങുകളും അങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ട്, ട്രെയിനേഴ്സ് നമ്മൾ എഴുതാറുമുണ്ട്. അവിടെ ഞാൻ പലപ്പോഴും പറയാറുള്ള 1998 നവംബർ ഒരു 2-ാം തീയതി എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം കൂടിയാണ്. അത് നമ്മൾ കുട്ടികളുടെ മുന്നിലൊക്കെ ആവുമ്പോൾ വളരെ അധികം അവരെ അഫക്റ്റ് ചെയ്യാറുള്ള ഒരു സംഭവമാണ്, ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള. അന്ന് എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു പ്രധാനപ്പെട്ട ദിനമായിരുന്നു. എനിക്ക് സർക്കാർ സർവീസിലേക്കുള്ള ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്ന ദിവസം. ആദ്യത്തെ എന്ന് പറയാൻ കാരണം ഒരുപാട് ജോലികൾ ലഭിച്ചിട്ടുള്ള ഒരാളാണ്. വളരെ ഡിഗ്രി പഠനകാലം മുതൽ തന്നെ PSC കോച്ചിങ് മേഖലയിലേക്ക് കടന്നു വന്നതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് ജോലികൾ നേടാനും അതുപോലെ ഒരുപാട് പേർക്ക് ജോലികൾ സർക്കാർ സർവീസിലേക്ക്, അക്കാലത്തൊക്കെ കോച്ചിങ്ങിന് വന്നാൽ നിരന്തരം ഉറപ്പാണ് ജോലി കിട്ടുമായിരുന്നു. കാരണം അതിന്റെ ക്വസ്റ്റ്യന്റെ പാറ്റേണും ആ രീതികളും അങ്ങനെ ഒരുപാട് പേരൊന്നും പരിശീലനത്തിൽ പോകാത്തതും അതുപോലെ ബ്രില്യന്റ് ഒക്കെ പോലുള്ള വലിയ കോച്ചിങ് സെന്റർ വരാത്തൊരു കാലത്താണ്. 20-25 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ് ഞങ്ങൾ പറയുന്നത്. അന്ന് പെരുമ്പാവൂർക്കാരായ ഞങ്ങൾ 3 പേര് ചേർന്ന് കൊണ്ടാണ് ഇങ്ങനെയൊരു ആശയം ഉണ്ടാകുകയും ഞങ്ങളുടെ നാട്ടിൽ അതിന് കോച്ചിങ് തുടങ്ങുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരുപാട് ജോലികൾ കിട്ടിയെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ആദ്യത്തെ ജോലിയുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്ന ദിവസം. അപ്പൊ ഞാൻ അന്ന് ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്യുന്നു. എന്റെ ബന്ധുവായ അദ്ദേഹം, ഫോണൊന്നുമില്ല, അവിടെ വന്ന് പറഞ്ഞു PSCയിൽ നിന്ന് ഒരു പേപ്പർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ MIT, ഇപ്പൊ നമ്മള് MIT എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇല്ല, പക്ഷെ അന്ന് അദ്ദേഹത്തിന്റെ വണ്ടി MIT ആണ് എന്റെ ബന്ധുവിന്റെ. ആ MIT ആയിട്ട് അവിടെ വരികയും, ആലുവയിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് എന്റെ വീട്ടിലേക്ക് വണ്ടിയിൽ വന്നു. പക്ഷെ ഈ സന്തോഷ വാർത്ത എന്റെ വാപ്പ മൂവാറ്റുപുഴയില്
ഈ പറയുന്ന ഉള്ളിവടയും പരിപ്പുവടയും ഉരുവട ഉണ്ടാക്കി വിൽക്കുന്ന ഒരാളാണ്. വിളിച്ചു പറയാൻ ഫോണൊന്നും സംവിധാനമില്ല. രാത്രി 11:30 മണി ആയപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞ ഈ വേദനിക്കുന്ന കാലുമായി തലയിൽ ബാക്കി വരുന്ന സാധനങ്ങളും വെച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോഴാണ്, ഞാൻ ഉറങ്ങിയിട്ടില്ല, എന്റെ വീട്ടിൽ ആരും ഉറങ്ങിയിട്ടില്ല, എന്റെ അയൽവക്കത്തൊന്നും ഉറങ്ങിയിട്ടില്ല. കാരണം എന്റെ വാപ്പ അറിയപ്പെടുന്നത് CK എന്നാണ്. CK എന്ന 2 അക്ഷരത്തിലാണ്. CK സുലൈമാൻ എന്നാണ് പൂർണ്ണമായ പേര്. ആ CKയുടെ മകന് ജോലി കിട്ടി എന്നത് അന്ന് നാട്ടിൽ വലിയൊരു വാർത്തയായിരുന്നു. കാരണം അങ്ങനെ ആളുകളുടെ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്റെ വാപ്പ. അപ്പോ അതുകൊണ്ട് ഞാൻ വാപ്പ വന്നപ്പോ പറഞ്ഞത്, എനിക്ക് സർക്കാർ ജോലിക്കുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ എന്റെ വാപ്പ പറഞ്ഞൊരു വാചകമുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ ഇന്നും ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളും അതുപോലെ ഓൺലൈനാണ് ഓഫ്ലൈനാണ് എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ വാപ്പ അന്ന് പറഞ്ഞ ഒരു വാചകം ഇതാണ്: മോനെ, എനിക്കിനി മരിച്ചാലും കുഴപ്പമില്ല എന്നാണ്. മോനക്ക് ജോലി കിട്ടി, അതുകൊണ്ട് എനിക്കിനി ഇന്നത് സമ്പാദിക്കണം, ഇന്നത് നേടണം, നമുക്കിനി വലിയൊരു വീട് വെക്കണം എന്നൊന്നല്ല എന്റെ വാപ്പ പറഞ്ഞത്. ആദ്യത്തെ പ്രതികരണം ഇതായിരുന്നു: എനിക്കിനി മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തന്റെ മരണത്തിന് മുമ്പ് തന്റെ മകന് ഒരു ജോലി കിട്ടണം, ഒരു നല്ലൊരു മേഖലയിൽ എത്തണം എന്നത് ഒരു പിതാവ് ആഗ്രഹിച്ചിരുന്നു എന്നതാണ്. പ്രിയമുള്ളവരെ, പിറ്റേ വർഷം എന്റെ വിവാഹമായിരുന്നു. 5-8 മാസം കഴിഞ്ഞപ്പോൾ, അതായത് 2020 സെപ്റ്റംബറിൽ എന്റെ വാപ്പ മരണപ്പെടുകയും ചെയ്തു. ഒരു ജോലി കിട്ടിയിട്ട് ഒരു 1.5-2 വർഷത്തിൽ താഴെയാണ് ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നത്. പക്ഷെ ആ വാചകം വെച്ചുകൊണ്ടാണ് ഞാൻ തുടർന്നും വിവിധ മേഖലകളിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ, നിങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾക്ക് മക്കളെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാകും, അവരുടെ ജീവിതം മാറ്റാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ലക്ഷ്യങ്ങൾ, ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക മക്കൾ എന്ന നിലയിൽ നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതിലേക്ക് വരണമെങ്കിൽ സ്വന്തം ലൈഫിനെ കുറിച്ച് കൃത്യമായി ഗോൾ സെറ്റ് ചെയ്യുകയും എന്ത് ജീവിതത്തിൽ നേടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നേടാൻ കഴിയുക. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് നിങ്ങളൊന്ന് മറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്കും ഇത്തരത്തിൽ വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള, നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, കൂടുതൽ നേട്ടങ്ങളിലേക്ക് എത്താൻ നമുക്ക് പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മോട്ടിവേഷൻ 2 തരത്തിലാണ്. നമ്മളൊക്കെ പറയാറുണ്ട്, ഇന്റർ മോട്ടിവേഷനും എക്സ്റ്റേണൽ മോട്ടിവേഷനും. ഇന്റേണൽ, അത് നമ്മളിൽ നിന്നുണ്ടാകുന്ന മോട്ടിവേഷനാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഇത്തരത്തിലുള്ള ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഉയരങ്ങൾ കീഴടക്കാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ഘടകങ്ങൾ ആദ്യം നമ്മൾ കണ്ടെത്തണം എന്നതാണ്. അവിടെ നിന്ന് അപ്പോൾ ഇത് നമ്മൾ സ്റ്റെപ്പ് ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അത് ഞാനൊരു ക്ലാസ്സുകളിലൊക്കെ എടുക്കാണ്. ഒരു ദരിദ്രവാസി എങ്ങനെ ലക്ഷപ്രഭുവായി എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന ചിത്രം ഇതാണ്. 1987 എന്റെ SSLC ബുക്കിൽ, അന്ന് എല്ലില്ല, C ആണ്, SSC ബുക്കിലുള്ള ചിത്രമാണ്. വളരെ സന്തോഷമുള്ളത്, അന്ന് ഈ SSC ബുക്ക് ആയതുകൊണ്ടാണ് ഈ ചിത്രം ഉണ്ടായത് എന്നതാണ്. വേറെ ഒന്നും ഫോട്ടോകളും പഴയ കാലത്തൊന്നും നമ്മുടെ കയ്യിലൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അന്ന് വിദ്യാഭ്യാസ മാറ്റം കൊണ്ടുവന്നപ്പോൾ TJ ജേക്കബ്, അതന്നെ TJ ജേക്കബ്, സോറി, ഓക്കെ, ഞാനും ആലോചിക്കുന്നുണ്ട് TJ അല്ലല്ലോ. കോതമംഗലം MLA പറവൂർ. അതെ, ഞങ്ങളുടെ അയലൊക്കാണ്. ഞാൻ മൂവാറ്റുപുഴയാണ്, പെരുമ്പാവൂരാണ്, കൊതമംഗലാണ്, പിറവം അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന സ്ഥലമൊക്കെ എനിക്കറിയാം. ഒക്കെ ഓർമ്മിപ്പിച്ചിട്ട് വളരെ സന്തോഷം. ഞാൻ ഓർമ്മിണ്ട് TJ അല്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. TM ജേക്കബ് സാറാണ് അന്ന് ആ വിദ്യാഭ്യാസ പരിഷ്കാരം കൊണ്ടുവന്നു. എന്നാൽ ഒരുപാട് പേരൊക്കെ കളിയെ കുറ്റപ്പെടുത്തി, ഇങ്ങനെ ഫോട്ടോയൊക്കെ വെച്ചിരുന്നു. പക്ഷെ ഞാൻ ഇത് എടുത്തത് ഈ കഴിഞ്ഞ വർഷമാണ്. ഞങ്ങളുടെ പ്രീ ഡിഗ്രി അലുമിനി മീറ്റിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഴയ ഫോട്ടോകൾ ആരുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞപ്പോൾ എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് SSC, ഞങ്ങളെ ബാച്ചുകാരെല്ലാവരും അത് തന്നെയാണ്, എല്ലാവർക്കും ഉണ്ടായിരുന്നത് അന്ന് ഈ SSC ബുക്കിലുണ്ടായിരുന്ന ഈ ഫോട്ടോയാണ്. അതിൽ നിന്ന് 2022 ഞാൻ എത്തുമ്പോ ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നുണ്ട്, ഞാനൊരു ദരിദ്രവാസിയൊന്നുമല്ല, ഇന്നൊരു കോടീശ്വരനാണ് എന്ന് തന്നെ അഭിമാനത്തോടെ പറയാൻ സന്തോഷമുണ്ട്. ഇപ്പൊ ചിലർക്ക് ചോദിക്കുക, വന്നാൽ ഒരു 5 ലക്ഷം രൂപ വായ്പാട എന്നൊക്കെ ഉണ്ട് ചോദിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ കോടീശ്വരൻ എന്ന് പറയുന്നത്, ബില്യനെയർ എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണ് എന്നതും പ്രശ്നമാണ്. എന്തായാലും ഫിനാൻഷ്യലി ഫ്രീഡമായിട്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിലും വളരെ സന്തോഷം, നല്ല ഒരു നിലയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ 1987 നിന്ന് 2022 നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ലൈഫിൽ വന്ന ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ തീർച്ചയായും ഞാൻ കണ്ട സ്വപ്നങ്ങളും ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി എടുത്ത പ്ലാനിങ്ങുകളും ഡിസൈനിങ്ങുകളും
ഒപ്പം അതിനു വേണ്ടി വന്ന കുറെ ആക്ഷൻസുമാണ്. ഈ ആക്ഷൻസ് ഇല്ലാതെ വെറുതെ സ്വപ്നങ്ങളൊന്നും കണ്ടിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിന് തെളിവിന് വേണ്ടി ഞാൻ ഇത് കാണിച്ചു കൊടുക്കാറുണ്ട്. അന്ന് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒരു ഒറ്റമുറി വീട്ടിൽ ഇത് എന്റെ നാട്ടിലൊക്കെ കാണിക്കുമ്പോൾ ഭയങ്കരമായ കയ്യടിയായിരിക്കും വീട്ട്. കാരണം എന്റെ വീടും എന്റെ അന്നത്തെ വീടും എന്റെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ അറിയാവുന്ന കൃത്യമായ ആളുകളുണ്ട്. അപ്പൊ ഇതിനകത്ത് പലരും ചോദിക്കാറുണ്ട്, ഇതൊരു സൈക്കിൾ ഉണ്ടല്ലോ സാർ, അതെന്താന്ന്. ഈ സൈക്കിളിന്റെ ചിത്രം ഞാൻ അടുത്തിടയ്ക്ക് വാങ്ങിയ സൈക്കിളാണ്. ഇതിന്റെ ഒരു കാരണം, ഞാൻ ഈ കാറ് വാങ്ങിയ സമയത്ത് ഞാനിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഭയങ്കര ഹിറ്റായിരുന്നു. ഒരുപാട് പേര് ഇതാണ്. ഞാൻ അന്നിട്ടത് ഇതാണ്, ഇത് മാരുതിയാണ്, മാരുതിയുടെ കാർ തന്നെയാണ്. പക്ഷെ ഈ കാർ ആദ്യമായിട്ട് വാങ്ങുന്ന ആളൊന്നും അല്ല ഞാൻ. പക്ഷെ ഇത് ഞാൻ വാങ്ങാൻ കാരണം ചെറുപ്പത്തിൽ എന്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു. അതെന്താന്ന് ചോദിച്ചാൽ കുട്ടികളൊക്കെ പറയും കാർ വാങ്ങാന്നെന്ന് പറയും. കാർ വാങ്ങുക എന്നതായിരുന്നില്ല. കാരണം കാർ വാങ്ങുന്നതിനെ കുറിച്ച് സ്വപ്നം കാണാൻ പോലും ഭയപ്പെട്ട ഒരാള് എന്നൊക്കെ രീതിയിൽ ചെറുപ്പത്തിൽ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഹെർക്കുലീസിന്റെ ഒരു പുതിയ സൈക്കിൾ വാങ്ങുക എന്നതായിരുന്നു. പക്ഷെ ആ സൈക്കിൾ വാങ്ങാൻ അന്ന് എനിക്ക് സാധിച്ചില്ല. കാരണം എന്റെ മാതാപിതാക്കൾ എനിക്ക് ആശുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഞാൻ പറയാറുണ്ട്, ഞാൻ ആത്മഹത്യ ചെയ്തില്ല, സൈക്കിൾ വാങ്ങി തരാത്തിന്റെ പേരിൽ ആത്മഹത്യ ഒന്നും ചെയ്തില്ല. പക്ഷെ അന്നൊരു തീരുമാനമെടുത്തു, ഇന്ന് കാണുന്ന ഈ ആഗ്രഹം ഞാൻ എന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുമെന്ന്. അങ്ങനെ ഞാൻ കാർ വാങ്ങി, ബുള്ളറ്റ് വാങ്ങി, ബൈക്ക് വാങ്ങി. ബുള്ളറ്റിൽ ഇരിക്കുന്നു, വേറെ ബൈക്ക്, ഇതൊക്കെ എന്റെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് തന്നെയാണ്. അപ്പോഴും എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ 2022 ആദ്യത്തിൽ ഞാൻ വാങ്ങി എന്റെ ഗോൾ സെറ്റ് ചെയ്തപ്പോൾ ഇട്ടതാണ് ഒരു സൈക്കിൾ വാങ്ങണമെന്നത്. അങ്ങനെ 2022 ഞാൻ പുതിയ സൈക്കിളും കൂടി വാങ്ങി. അപ്പോ അന്ന് ചെറുപ്പത്തിൽ കണ്ട ആ സ്വപ്നം അങ്ങനെ പൂർത്തീകരിച്ചു. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ ജീവിതത്തെ കുറിച്ച് കാണുകയാണെങ്കിൽ നമ്മൾ ഇനി ക്ലാസ്സിലേക്ക് വരുന്നു. സക്സസ് എന്നതിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മളെല്ലാവരും പറയുന്നു സക്സസ് വേണം എന്നത്. എന്താണ് വാട്ട് ഈസ് സക്സസ് എന്ന് ചോദിച്ചാൽ ചിലർ പറയും ഓപ്പോസിറ്റ് ഓഫ് ഫെയിലിയർ എന്നാണ് പറയുന്നത്. പരാജയത്തിന്റെ ഓപ്പോസിറ്റ് ആണ്, വിപരീതമാണ് സക്സസ് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ശരിക്കും സക്സസ് അതല്ല. നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് സക്സസ് എന്ന് അറിയുകയും ആ സക്സസിന് നമ്മുടേതായ ഒരു നിർവചനം, ഒരു ഡെഫിനിഷൻ നൽകാൻ നമുക്ക് സാധിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്കത് ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ബുക്കും പേനയൊക്കെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഒരു ചോദ്യം തരാം. ഒന്നാമത്തെ ഒരു ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ റൈറ്റ് ഡൗൺ 3 ഇൻസിഡൻസ് ഓർ മൊമെന്റ്സ് ഓർ സിറ്റുവേഷൻസ് വേർ യു ഫെൽറ്റ് യു വെയർ സക്സസ്ഫുൾ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിയായി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന 3 സംഭവങ്ങൾ, 3 കാര്യങ്ങൾ, 3 ഇൻസിഡൻസ് ഓർ സിറ്റുവേഷൻസ് ഓർ മൊമെന്റ്സ് നിങ്ങൾക്കൊന്ന് എഴുതാം എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട, എഴുതണം. നിങ്ങൾ വിജയിയായി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, എന്നെ കാണിക്കണമെന്നില്ല, നമുക്ക് കാണിക്കാനൊന്നും വേണ്ട, നിങ്ങളേതായി എഴുതിയാൽ മതി. അതിനകത്ത് നിങ്ങൾ വിജയിച്ചു എന്ന് തോന്നിയ 3 സംഭവങ്ങൾ നിങ്ങൾ കരുതണം, നിങ്ങൾക്ക് എഴുതാം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. എഴുതി കഴിഞ്ഞാൽ ഒരു എസ് അടിച്ചേക്കാം കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ 3 ഇൻസിഡൻസ് ഓർ മൊമെന്റ്സ് ഓർ സിറ്റുവേഷൻസ് വേർ യു ഫെൽറ്റ് യു വെയർ സക്സസ്ഫുൾ. നിങ്ങൾ വിജയിയായി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾ നേടിയെടുത്ത് എന്ന് പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. യെസ് സിമം എഴുതിയിട്ടുണ്ട്. യെസ്. യെസ് സുനിൽകുമാർ സാർ. യെസ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, എഴുതി വെക്കണം. സതീഷ് സാർ. യെസ്. ഓക്കെ. കൂടുതൽ പേരും എഴുതിക്കൊണ്ടിരിക്കുന്നു. എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഞാനും കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു. അത് പ്രധാനപ്പെട്ടതാണ് ഗോൾ സെറ്റിംഗ്. ഇത് എഴുതണം. നമ്മൾ സക്സസ് നമ്മൾ നേടി എന്നത്, നമ്മൾ വേർ വി ആർ നൗ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ ചോദ്യം എഴുതേണ്ടത് നിങ്ങൾ ഇതാണ്: യുവർ സക്സസ് റോൾ മോഡൽ. യുവർ സക്സസ് റോൾ മോഡൽസ്. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വ്യത്യസ്ത ആളുകളെ ആയിരിക്കും നിങ്ങൾ റോൾ മോഡലുകളായിട്ട് എടുത്തിട്ടുണ്ടോ? ടിയുടെയും NLPയുടെ ഒക്കെ ക്ലാസ്സിൽ ധാരാളം കേട്ടിട്ടുള്ളതാണ്. അവിടെ റോൾ മോഡലിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ ലൈഫിലെ റോൾ മോഡൽ ആരാണ്? അവരുടെ പേരുകൾ നിങ്ങൾക്ക് എഴുതാം. ഏത് മേഖലയിൽപ്പെട്ടവരും ആകാം, നിങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങൾ കാണിക്കൊന്നും വേണ്ട. റോൾ മോഡലുകൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടെത്തിയ റോൾ മോഡലുകൾ ആരാണ്?
ഇളങ്കോ സാർ LKG എഴുതിയിട്ടുണ്ട്. ഒരാൾ തന്നെയാണല്ലോ. നമുക്ക് വ്യത്യസ്ത മേഖലകളിൽ ആളുകൾ വേണമല്ലോ. നമ്മളിപ്പോ തൊട്ട് മുമ്പ് എഴുതിയ വിജയിച്ചു എന്ന മേഖലകളെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ വ്യത്യസ്ത മേഖലകൾ നമ്മൾ അതിനകത്തേക്ക് വരുന്നുണ്ട്. വീൽ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഇന്നില്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ എടുക്കും. നമ്മൾ ഏതൊക്കെ മേഖലയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട്. യെസ് സതി സാറേ റോൾ മോഡൽ എഴുതിയിട്ടുണ്ട്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വാട്ട് ക്വാളിറ്റീസ് or factors in them are making you consider them as your success role model? നിങ്ങളിപ്പോ നിങ്ങളുടെ റോൾ മോഡൽ ആയിട്ട് 2-3 പേരെ എഴുതിയിട്ടുണ്ട്. അവരെ നിങ്ങളുടെ റോൾ മോഡൽ ആക്കാൻ അവരിൽ കണ്ടെത്തിയ ക്വാളിറ്റി എന്താണ് എന്നതാണ്. ഇപ്പൊ APJ എന്ന് ഇളങ്കോവൻ സാർ എഴുതി. APJ അബ്ദുൽ കലാം സാറിന്റെ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് താങ്കൾ അദ്ദേഹത്തെ റോൾ മോഡൽ ആക്കിയത്? ഇതാണ് നമ്മൾ എഴുതിയ ഓരോ റോൾ മോഡൽസിന്റെയും. നമുക്ക് പല മേഖലകളുണ്ട്. വെൽത്തിന്റെ മേഖലയില്, നോളജിന്റെ മേഖലയില്, സോഷ്യൽ മേഖലയില്, ഇങ്ങനെ പല ഇതുണ്ടാവും. അഡ്വക്കേറ്റ് സാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മള് റോൾ മോഡൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ റോൾ മോഡലിൽ നിങ്ങൾ കണ്ടെത്തിയ ക്വാളിറ്റി എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. നമ്മൾ എന്തുകൊണ്ടാണ് അവരുടെ റോൾ മോഡൽ ആക്കിയത്, അപ്പോൾ അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ടാണ് എന്ത് ക്വാളിറ്റി ആണെന്ന് ചോദിക്കുന്നത്. അതും എല്ലാവരും എഴുതിയിട്ടുണ്ടെങ്കിൽ അടുത്ത 4ാമത്തെ ചോദ്യം, സക്സസിലെ 4ാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ 4ാമത്തേത് ഇതാണ്. നിങ്ങളുടെ 2ഉം 3ഉം ചോദ്യങ്ങളുടെ ഉത്തരം ഉണ്ടല്ലോ. അതായത് റോൾ മോഡൽ ആരാണ്, ആ റോൾ മോഡലിൽ നിങ്ങൾ കണ്ടെത്തിയ ക്വാളിറ്റി എന്താണ്. 2ാമത്തെ ചോദ്യം നിങ്ങളുടെ റോൾ മോഡൽ ആരായിരുന്നു, ആരൊക്കെയാണ് എന്നതാണ്. 3ാമത്തേത് ആ റോൾ മോഡലിൽ നിങ്ങൾ കണ്ടെത്തിയ, നിങ്ങൾ പകർത്താൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ ക്വാളിറ്റി എന്താണ്. ഈ 2ഉം 3ഉം ആൻസറുകൾ വച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട വലിയ ഒരു ടാസ്ക് ആണ് ഇത്. സോറി, അത് എഴുതി വന്നില്ല എന്നുള്ളൂ. ചോദ്യം ഇതാണ്, ഡിഫൈൻ സക്സസ് ഇൻ യുവർ ഓൺ വേർഡ്സ് എന്നതാണ്. ഡിഫൈൻ സക്സസ് ഇൻ യുവർ ഓൺ വേർഡ്സ്. നമ്മളിപ്പോ വാട്ട് ഈസ് സക്സസ് എന്ന് ചോദിച്ചാൽ എല്ലാവരും അപ്പൊ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യും എന്താണ് സക്സസ്, അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യും വാട്ട് ഈസ് സക്സസ്. നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ കിട്ടും സക്സസ് എന്നതിന്. നിർവചനങ്ങൾ ധാരാളം ഉണ്ട്. ഒരു പഞ്ഞമില്ല ഇന്നത്തെ ലോകത്ത് സക്സസ്. ആ ഉത്തരങ്ങളല്ല നമുക്ക് വേണ്ടത്. ഞാൻ ആവശ്യപ്പെടുന്നത് 2ഉം 3ഉം ഉത്തരങ്ങൾ വച്ചുകൊണ്ട് സക്സസിന്, വിജയത്തിന് നിങ്ങൾ നൽകുന്ന നിർവചനം എന്താണ്. അത് മറ്റുള്ള APJ അബ്ദുൽ കലാം എന്തു പറഞ്ഞു, ഇതൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നൽകുന്ന ഒരു നിർവചനം, ഒരു ഡെഫിനിഷൻ ആയിട്ട് സക്സസ് എന്നത്. ഞാൻ ഇന്നതാണ് സക്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഴുതി കഴിഞ്ഞവർക്ക് 1-2 പേർക്ക് നിങ്ങൾ എഴുതിയ ആ സക്സസിന്റെ നിർവചനം നിങ്ങൾക്ക് പറയാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ നിർവചനം നിങ്ങൾ എഴുതി പല സ്ഥലത്തും പ്രദർശിപ്പിക്കും. പറ്റുമെങ്കിൽ ഗൂഗിളിലൊക്കെ നിങ്ങൾ സക്സസ് എന്നതിന് നാളെ ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ വാട്ട് ഈസ് സക്സസ് എന്നതിന്റെ ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഡെഫിനിഷൻ വരണം. അത്തരത്തിൽ നമുക്ക് നമ്മുടേതായ ഒരു നിർവചനം വിജയത്തിന് കൊടുക്കണം. എങ്കിലേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. കാരണം വിജയം, സക്സസ് എന്ന് പറയുന്നത് പല ആളുകൾക്കും പലതരത്തിലാണ്. ചില ആളുകൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു ചെറുപ്പത്തിൽ ഒരു സൈക്കിൾ വാങ്ങണം എന്നതായിരുന്നു എന്റെ ഒരു ആഗ്രഹം. അപ്പൊ ഒരു സൈക്കിൾ വാങ്ങിക്കഴിഞ്ഞു, അപ്പൊ ഞാൻ വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനപ്പുറത്ത് വേറെ മേഖലയിലും എനിക്ക് ആഗ്രഹമുണ്ട്. ലോകത്ത് ഒരു ഇന്നിപ്പോ ട്രാൻസ്ഫോർമേഷൻ കോച്ച് എന്ന അല്ലെങ്കിൽ ട്രെയിനർ എന്ന് പറയുന്ന പോലെ ആകണം എന്ന് നമ്മൾ പിന്നീട് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അപ്പോ സക്സസ് എന്നത് പല ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ആർക്ക് പറയാം നിങ്ങൾ എഴുതിയ സക്സസിന്റെ നിർവചനം? എനിക്ക് കിട്ടിയതേ ഡെഡിക്കേഷൻ ആൻഡ് പ്ലാനിങ് ആണ് എനിക്ക് കിട്ടിയത്. കാര്യം ഞാൻ എഴുതിയത് റോൾ മോഡൽ ഫാദർ ആണ് ഒന്ന്. രണ്ടാമത് എഴുതിയ എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സിന്റെ 2 പേര് അമീൻ ആൻഡ് നിതിൻ. അവരിപ്പം നല്ല രീതിയിൽ വിദേശ രാജ്യത്ത് ഉണ്ട്. അപ്പൊ അവര് പ്രൊഫഷണൽ ഫീൽഡിൽ സക്സസ് ആയവരാ. പ്രൊഫഷണൽ ഫീൽഡ് രണ്ടുപേരും ഒരേ ഫീൽഡാണ്. രണ്ടുപേരും ഒരേ ഫീൽഡാണ്. എന്നെക്കാളും കുറച്ചുകൂടെ സക്സസ് ആണ് അവര്.
അവിടെ ലൈഫ്. അങ്ങനെയാണെങ്കിൽ സാർ രണ്ട് വാക്കുകൾ പറഞ്ഞു ഇതിനെ വെച്ചുകൊണ്ടൊരു ഡെഫിനിഷൻ രൂപത്തിലേക്ക് പറഞ്ഞ് സക്സസ് എന്നതിന് സാർ എന്താണ് നൽകുന്ന ഡെഫിനിഷൻ? സക്സസ് ഈസ് ദ ആർട്ട് ഓഫ് ഗിവിംഗ്, ഡെഡിക്കേഷൻ ആൻഡ് പ്ലാനിങ്. പ്ലാനിങ്. ഓക്കെ. സമർപ്പണവും പ്ലാനിങ്ങും എല്ലാം ഉൾക്കൊള്ളുന്ന ജീവിതത്തോട് കാണിക്കുന്ന ഇതിനെയാണ് ഞാൻ സക്സസ് എന്ന് പറയുന്നത്. അതായത് ഏത് മേഖലയിൽ ഏർപ്പെടുന്നുവോ, അല്ലെ സാർ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഏത് പ്രൊഫഷണൽ ഏത് മേഖലയിൽ ഏർപ്പെടുന്നുവോ അവിടെ നമ്മൾ കാണിക്കുന്ന ഡെഡിക്കേഷൻ, പ്ലാനിങ്, പിന്നെ ഒരു വാക്ക് എന്തായിരുന്നു? ഡെഡിക്കേഷൻ, പ്ലാനിങ്. ഈ രണ്ട് കാര്യം എനിക്ക് കിട്ടി. രണ്ട് കാര്യങ്ങൾ. ഇത് ചെയ്താൽ നമ്മൾ വിജയിച്ചു, ഇതാണ് വിജയം എന്നതിന് അദ്ദേഹം സാർ കൊടുക്കുന്ന നിർവചനം. ഓക്കെ, ഒരാൾ കൂടി പറയാം സക്സസിന്റെ ഡെഫിനിഷൻ. ഞാൻ കണ്ടത്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോ എന്റെ അധ്യാപകനാണ് ഡോക്ടർ അപ്പുക്കുട്ട മേനോൻ. എന്റെ പിതാവിനോട് ഒരുപാട് സാദൃശ്യമുള്ള, വളരെ സമാധാനപ്രിയനായ, ജനകീയനായ, വളരെ നോളജുള്ള, കുട്ടികളെ ഹൃദയത്തോട് ചേർക്കുന്ന നല്ലൊരു അധ്യാപകൻ. കോളേജ് ഡയറി മുഴുവൻ അദ്ദേഹത്തിന്റെ ബിരുദാണ്, അതിലേറെ വിജ്ഞാനം. അപ്പൊ എന്റെ സ്വപ്നം ഇപ്പോഴും അതിൽ തന്നെയാണ്. ഞാൻ അധ്യാപന മേഖലയാണ് തിരഞ്ഞെടുത്തതും 80% ഞാനത് പുലർത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഡെഫിനിഷൻ രൂപത്തിലേക്ക് വിജയത്തിന് സക്സസിന് ഒന്ന് പറയാമോ? സക്സസിന് ഞാൻ നൽകുന്ന നിർവചനം ലോകത്തോടെ ഇനി മുന്നിൽ വരുന്ന ആളുകളോട് നമുക്ക് ധൈര്യപൂർവ്വം പറയാം. എന്താണ് സക്സസ് എന്ന് ചോദിച്ചാൽ ഇതാണ് സക്സസ്. Success is the art of mind and well-being in our life that gives us happiness. Yes. Thank you, sir. Okay. ഹാപ്പിനെസ് വലിയൊരു സംഭവമാണ് പറഞ്ഞിട്ട്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മളെല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന ഒന്ന് ജീവിതത്തിൽ ദ അൾട്ടിമേറ്റ് എയിം ഓഫ് അവർ ലൈഫ് ഈസ് ഹാപ്പിനെസ് എന്നാണ് നമ്മളൊക്കെ പറയുന്നത്. ഹാപ്പിനെസ്സിലേക്ക് എത്താനുള്ള വഴികളിൽ ഒന്ന് മാത്രമാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഗോൾ സെറ്റിംഗ് അപ്പോ വളരെ എന്താണ് നിർവചനമാണ്. അപ്പൊ ഇത് ഇത്തരത്തിൽ ഞാൻ പറഞ്ഞത് ഇതാണ്, ചുരുക്കം ഇവിടെ ചെയ്യിച്ചത് ഇത് തന്നെയാണ്. ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർ സക്സസിന് നൽകിയിരിക്കുന്ന നിർവചനങ്ങൾ അതേപോലെ കാണാതെ പഠിക്കുകയോ ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെന്നില്ല. കാരണം നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ സക്സസിന് നിർവചനങ്ങൾ കൊടുക്കേണ്ട. അപ്പൊ എല്ലാവർക്കും തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. എല്ലാവരും സക്സസിന് സ്വന്തമായിട്ട് ഒരു നിർവചനം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇനി അതിനെ ഒന്നുകൂടി അറ്റൈൻമെന്റ് ഓഫ് അവർ ഗോൾസ് വിത്ത് ദ വേ ടു ദാറ്റ് ഓൾസോ. ഓക്കെ, താങ്ക് യു സർ. അപ്പൊ ഇനി ഈ നൂറ്റാണ്ട് ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം, ഈ നൂറ്റാണ്ട് ലോകത്തിന് നൽകിയ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ പറയുന്ന ഒരു ഉത്തരവും നിങ്ങൾക്കറിയാമോ? ഈ നൂറ്റാണ്ടിൽ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന, അല്ലെങ്കിൽ ഏറ്റവും വലിയ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണ്? ആറ്റിറ്റ്യൂഡ്. സാർ വിൻസെന്റ് ജോസഫ് സാർ എഴുതിയിരിക്കുന്ന ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, താങ്ക് യു സാർ. വേറെ എന്താണ്? സൂം പ്ലാറ്റ്ഫോമോ? സൂം പ്ലാറ്റ്ഫോം വലിയൊരു ഇതാണ്. പക്ഷേ ആണ് അത് മുമ്പേ കണ്ടുപിടിച്ചാണെങ്കിൽ കോവിഡ് കാലത്താണ് നമ്മൾ അതിന്റെ ആ മഹത്വമൊക്കെ മനസ്സിലാക്കിയത്. അതൊരു കണ്ടുപിടുത്തമാണ്. പിന്നെ ഇമോഷണൽ കൺട്രോൾ. നമ്മൾ ഒരു ഭയങ്കര സംഭവം. അത് കൺട്രോൾ ചെയ്യുക എന്നതാണ്. മൈൻഡ് വാല്യൂ. സാർ എഴുതിക്കുന്ന മൈൻഡ് വാല്യൂ, മൈൻഡിനെ കുറിച്ചുള്ള കണ്ടുപിടുത്തമാണ്. ഓക്കെ, വേറെ ഈ നൂറ്റാണ്ട് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഞാൻ ട്രെയിനിങ്ങുകളിൽ നിന്ന് മനസ്സിലാക്കിയത് വച്ച് പറയുകയാണെങ്കിൽ ഈ നൂറ്റാണ്ട് നൽകിയ ആറ്റിറ്റ്യൂഡും ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. ആ കണ്ടുപിടുത്തം ഇതാണ്: ഇഫ് യു ചേഞ്ച് യുവർ തോട്ട്സ് യു ക്യാൻ ചേഞ്ച് യുവർ ഡെസ്റ്റിനി ഓർ യുവർ ലൈഫ് എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു, നിങ്ങളുടെ ഡെസ്റ്റിനിയെ
തീരുമാനിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ആരാകണം, എന്താകണം, എപ്പോൾ എത്തും, എങ്ങനെ ഒരു മീനിങ് ഫുൾ ലൈഫ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് എങ്ങനെ ലൈഫിൽ കണ്ടെത്താം. ഈ സൊസൈറ്റിക്ക് നമ്മൾ എന്ത് നൽകണം, ഈ സൊസൈറ്റിയിൽ നമ്മൾ എന്താണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ഒരു നാൾ ഇവിടെ നിന്ന് പോകുമ്പോ ലീവ് യുവർ ഫുട് പ്രിന്റ് ഓർ ലീവ് യുവർ സിഗ്നേച്ചർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് എന്താണ് എന്ന് തീരുമാനിക്കുന്നത് മറ്റൊന്നുമല്ല, ലോകത്തിന്റെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഇതാണ്. ഇഫ് യു ആർ റെഡി ടു ചേഞ്ച് യുവർ തോട്ട്സ് യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ്. തോട്ട്സ്, ചിന്തകളുടെ പ്രാധാന്യമാണ്. അത് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ആകെ പാടെ മാറ്റിമറിക്കാൻ സാധിക്കും എന്ന കണ്ടുപിടുത്തം തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ ഈ നൂറ്റാണ്ടിലെ കണ്ടുപിടുത്തം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, തിങ്ക് ബിഗ്, പുസ്തകത്തിന്റെ പേര് എങ്ങനെയാണ്? മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. യെസ്, മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന പുസ്തകമൊക്കെ വായിച്ചിട്ടുള്ളവരായിരിക്കും ഈ പ്ലാറ്റ്ഫോമിൽ ഒരുപക്ഷെ ചർച്ച ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. വലിയ ചിന്തകൾ, തോട്ട്സ്, തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് സെഷൻ കോവിഡിന് മുന്നേ അറ്റൻഡ് ചെയ്ത ആളാണ് ഡോക്ടർ സജീവ് നായർ സാറിൽ നിന്ന്. ആ സാറിൽ നിന്ന് കിട്ടിയ ഒരു തോട്ട് സൈക്കിളാണ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയും അദ്ദേഹത്തിന്റെ റൈസപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു. അതെല്ലാം ഈ തോട്ട് പ്രോസസ്സിനെ എങ്ങനെ നമുക്ക് ചേഞ്ച് വരുത്താനും അത് വരുത്താനുള്ള മാർഗങ്ങളും അത് വരുത്തിയാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന, നമുക്ക് ചുറ്റുമുള്ളവരിലും ലോകത്തും ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായും ഈ തോട്ട് സൈക്കിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുകൂടി പറഞ്ഞ് ഇന്നത്തെ സെഷൻ നമ്മൾ നിർത്താം. കോഴ്സിലേക്ക് പിന്നീട് വന്നാലും മതി, സമയം ഇപ്പോൾ 7:30 ആയിട്ടുണ്ട്. ഓക്കെ, തോട്ട് സൈക്കിൾ. ഒന്നാമത് നമ്മുടെ ചിന്തകൾ. ഈ ചിന്തകളാണ് നമുക്കറിയാം വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ആയി മാറുന്നത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തകൾ വാക്കുകളും പ്രവൃത്തികളുമായി വരുന്നു എന്നതാണ്. നമ്മൾ ഇന്ന് എന്താണോ മറ്റുള്ളവരോട് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഇത് നമ്മുടെ ചിന്തയുടെ ഫലമാണ്. നല്ലത് ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും നല്ല ചിന്തകളാണ്, നമ്മെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ലോകത്തെക്കുറിച്ചും. നമ്മൾ നല്ലത് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പുറപ്പെടുവിക്കുന്ന വാക്കുകൾ മനോഹരമായിരിക്കും, നമ്മുടെ പ്രവൃത്തികൾ അതനുസരിച്ച് വളരെ മനോഹരമാകും. ഇനി നമ്മുടെ ഈ വാക്കുകളും പ്രവൃത്തികളുമാണ് നമ്മുടെ ഹാബിറ്റുകളെ നിയന്ത്രിക്കുന്നത്. ഈ നിരന്തരം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് നമ്മുടെ ഹാബിറ്റുകളായി മാറുന്നത്. നിരന്തരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവൃത്തികളാണ്, ആക്ഷൻസ് ആണ് നമ്മുടെ ഹാബിറ്റുകളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഹാബിറ്റുകൾ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് വരുമ്പോ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളിലും ചേഞ്ച് വരുത്തിയാൽ മതി. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ചേഞ്ച് വരുത്തുന്നത് നമ്മുടെ ചിന്തകളിൽ ചേഞ്ച് വരുത്തുമ്പോഴാണ്. ഹാബിറ്റ്സിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹാബിറ്റുകൾ, ഈ ഹാബിറ്റുകളാണ് നമ്മുടെ ബിഹേവിയർ അഥവാ നമ്മുടെ പെരുമാറ്റം. വാക്കിലും പ്രവൃത്തിയിലൊക്കെ ഉള്ള നമ്മുടെ പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഈ ഹാബിറ്റാണ്. ഇപ്പൊ 6:30-ക്ക് നിരന്തരമായി ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന അതൊരു ഹാബിറ്റായി മാറിയത് കൊണ്ടാണ്. ചിലർ പറയുന്നത് 7 ദിവസം അല്ലെങ്കിൽ 21 ദിവസം, 30, അങ്ങനെ ദിവസത്തിൽ വ്യത്യാസമൊക്കെ ഉണ്ട്. എന്നാലും പൊതുവെ അംഗീകരിക്കപ്പെട്ടത് 21 ദിവസം തുടർച്ചയായിട്ട് ഒരു കാര്യം ചെയ്താൽ അത് ആ വ്യക്തിയുടെ ഹാബിറ്റായി മാറും എന്നതാണ്. അങ്ങനെ കോവിഡ് കാലത്ത് നിരന്തരമായി ഒരു ദിവസം പോലും മുടക്കാതെ 21 ദിവസം ആ 6:30 സെക്ഷനിൽ നമ്മൾ വന്നപ്പോൾ അത് ഒരുപാട് പേരുടെ ഹാബിറ്റായി മാറി. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ സുനിൽ കുമാർ സാറിനെ പോലെ ഉള്ള ആള് ഒരു ദിവസം പോലും അവർക്കത് മുടങ്ങാതിരിക്കുന്നത് അതായത് ഹാബിറ്റായി മാറിയത് കൊണ്ടാണ്. അപ്പൊ ഈ ഹാബിറ്റുകളാണ് ഒരാളുടെ പെരുമാറ്റത്തെ, ബിഹേവിയറിനെ തീരുമാനിക്കുന്നത്. ഈ ബിഹേവിയർ ആണ് ആ വ്യക്തിയുടെ ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്നത്. സാർ മ്യൂട്ട് ആയിപ്പോയി സാർ. എനിക്കൊരു കോൾ വന്നതുകൊണ്ടാണ്, സോറി. ഞാനത്
അങ്ങോട്ട് കോൾ വന്നുകൊണ്ട് ഇതായി പോരും. ബിഹേവിയർ ആണ് ക്യാരക്ടറായി മാറുന്നത്. ഈ ക്യാരക്ടർ ആണ് നമ്മുടെ ഈ ക്യാരക്ടറാണ് നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്. നിങ്ങൾ 2023 ഡിസംബർ 31 അല്ലെങ്കിൽ 25 നിങ്ങളുടെ ഡെസ്റ്റിനി, നമ്മൾ ആദ്യം പറഞ്ഞു ക്രിയേറ്റ് യുവർ ഡെസ്റ്റിനി. ആ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് എന്താണ്? നമ്മുടെ ക്യാരക്ടർ. ഈ ക്യാരക്ടർ തീരുമാനിക്കുന്ന ബിഹേവിയർ ഹാബിറ്റിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഹാബിറ്റുകൾ ഫോം ചെയ്യുന്നത് വേർഡ്സ് ആൻഡ് ആക്ഷൻസിൽ നിന്നാണ്. നിരന്തരം നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നാണ്. ഇതുണ്ടാകുന്നത് തോട്ട്സിൽ നിന്ന്. അതായത് ചിന്തകളാണ് ഒരു വ്യക്തിയെ എവിടെ എത്തിക്കണം, എന്ത് നേടണം ജീവിതത്തിൽ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ചിന്തകൾ. ഇതിന് അപ്പ് ആൻഡ് ഡൗൺ ആക്ഷൻസ് ഉള്ള ഒന്നാണ്. അതായത് ഒരാളുടെ ചിന്തകൾ നന്നായി കഴിഞ്ഞാൽ അയാളുടെ വാക്കുകളും പ്രവൃത്തികളും നന്നാകും. അപ്പോൾ അയാളുടെ ഹാബിറ്റ് നന്നാകും, ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റം വരും. ഹാബിറ്റുകൾ നന്നാകുമ്പോൾ അയാളുടെ ബിഹേവിയർ നന്നാകും. ബിഹേവിയർ നന്നായി കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ക്യാരക്ടർ, സ്വഭാവം നന്നാവും. സ്വഭാവം നന്നാകുമ്പോൾ നല്ല മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക്, ഒരു ഡെസ്റ്റിനിയിലേക്ക് അയാൾ എത്തിച്ചേരും. നല്ല ഒരു ഡെസ്റ്റിനിയിൽ നിൽക്കുമ്പോൾ അയാളുടെ ചിന്തകൾ കൂടുതൽ മനോഹരമാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ, നമ്മൾ ഈ 6 തോട്ട്സ് കൂട്ടായ്മയിൽ വന്നു. തോട്ട്സിനെ കുറിച്ചും ഒരുപാട് നല്ല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ നന്നായി, നമ്മുടെ ഹാബിറ്റുകൾ നന്നായി, നമ്മുടെ ബിഹേവിയർ നന്നായി, നമ്മുടെ ക്യാരക്ടറുകളിൽ മാറ്റം വന്നു. നമ്മുടെ ഡെസ്റ്റിനി ഈ കോവിഡിന് മുന്നേ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി നന്നായി, അല്ലെങ്കിൽ നന്നായി എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ആ നന്നായി കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം നമ്മുടെ ചിന്തകൾ കുറെ കൂടി നന്നായി എന്നതാണ്. അപ്പോൾ സംഭവിക്കുന്നത് കുറെ കൂടി നന്നായി കഴിഞ്ഞപ്പോൾ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളൊക്കെ കൂടുതൽ വീണ്ടും നന്നാകും. അങ്ങനെ നമ്മുടെ ക്യാരക്ടർ അതിനേക്കാൾ നന്നാകും. അതിനാകുമ്പോൾ നമ്മുടെ ഡെസ്റ്റിനി കുറെ കൂടി ഉയരത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ കൂടുതൽ മനോഹരമാകും, അതിഗംഭീരമായി മാറും. അപ്പൊ അങ്ങനെ ഈ സൈക്കിൾ ഉണ്ടാക്കണം. ഒപ്പം തന്നെ ചിന്തിക്കേണ്ടത് ഇതിനൊരു റിവേഴ്സ് ഇതുണ്ട്. നമ്മുടെ ചിന്തകൾ മോശമാണെങ്കിൽ ആകെ ദുരന്തമാണ് ജീവിതത്തിൽ. ഞാൻ എന്ത് ചെയ്താലും, എന്ത് ക്ലാസ് ചെയ്താലും രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്നെ രൂപം എനിക്ക് ഇഷ്ടമല്ല, എന്റെ കുടുംബ സാഹചര്യങ്ങൾ മോശമാണ്, ജീവിക്കുന്ന രാജ്യം തന്നെ മോശമാണ് എന്നുള്ള ഒരു ചിന്തകളാണ് നമ്മളിൽ ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് മോശമാകും. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മൾ അതനുസരിച്ചായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഹാബിറ്റുകൾ മോശമാകും. കാരണം ഇതൊന്നും കേട്ടിട്ട് ഒരു കാര്യമില്ല, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, ഇതൊന്നും ആരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല എന്നൊരു ചിന്ത വന്നാൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മോശമാകുമ്പോൾ ഈ 6:30-ക്ക് എണീക്കുന്നത് എന്തിന്? ഈ 6:30-ക്ക് എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കണം എന്നൊരു ചിന്ത നമ്മളിലേക്ക് വരും. അതൊരു ഹാബിറ്റ്. അപ്പോൾ 6:30-ക്ക് എണീക്കുന്നത് നമ്മൾ നിർത്തും മെല്ലെ. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ബിഹേവിയർ അത് മോശമാകും, നമ്മുടെ ക്യാരക്ടർ മോശമാകും, നമ്മുടെ ഡെസ്റ്റിനി മോശമാകും. നമ്മുടെ ഡെസ്റ്റിനി മോശമായി കഴിഞ്ഞാൽ, ആദ്യത്തേതിനേക്കാൾ മോശമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നാൽ, പിന്നെ നമ്മുടെ ചിന്തകൾ അതിനേക്കാൾ മോശമായി മാറും. അപ്പോൾ നമ്മുടെ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് വീണ്ടും മോശമാകും, ഹാബിറ്റും അതിനേക്കാൾ മോശമാകും, ബിഹേവിയർ മോശമാകും, ക്യാരക്ടർ മോശമാകും. നമ്മൾ എത്തപ്പെടുന്ന തലം കുറെ കൂടി അപകടകരമായ ഒരു ഡെസ്റ്റിനിയിലേക്കാകും. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകൾ വീണ്ടും മോശമായിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ചിന്തിക്കേണ്ടത് ഈ തോട്ട് സൈക്കിൾ, ഈ ചിന്തകളെ നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അതെങ്ങനെ സാധിക്കുമെന്നതാണ് അപ്പോൾ അടുത്ത ചോദ്യം. അതാണ് തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് പോലെയുള്ള നമ്മുടെ ചിന്തകളെ നമുക്ക് എങ്ങനെ റീ എഞ്ചിനീയറിംഗ് ചെയ്യാം. വളരെ എളുപ്പമാണ്. ഈ തോട്ട്സിനും വേർഡ്സിനും ഇടയിൽ ഒരു ഫിൽട്ടർ ഇട്ടാൽ, ഒരു ഫിൽട്ടർ ഇടുക. അതായത് എന്നിലേക്ക് ഒരു മോശം ചിന്തകൾ വരുമ്പോൾ ഞാൻ അതിനെ ഫിൽട്ടർ ചെയ്തിട്ടാണ് എന്റെ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ആക്കാവൂ. ഈ ചിന്ത എന്റെ ജീവിതത്തെ എവിടെ കൊണ്ടെന്ന് എത്തിക്കും? ഇത് ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ? ഞാനിപ്പോ എന്റെ ജീവിത പങ്കാളിയെ കുറിച്ച്, അല്ലെങ്കിൽ എന്റെ മക്കളെ കുറിച്ച്, എന്റെ മാതാപിതാക്കളെ കുറിച്ച്, എന്റെ അധ്യാപകരെ കുറിച്ച് ഞാൻ ഈ ചിന്തിക്കുന്നത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ശരി അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ അവിടെ ഒരു ഫിൽട്ടർ ഇട്ടു. വേണ്ട, ഇതിനെ എന്റെ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ആക്കി മാറ്റണം എന്ന രീതിയിൽ ഒരു ഫിൽട്ടർ നമുക്ക് തോട്ട്സിനും വേർഡ്സ് ആൻഡ് ആക്ഷൻസിനും ഇടയിൽ നമുക്ക് ഇടാൻ കഴിഞ്ഞാൽ
ഇതാണ് തോട്ട് പ്രോസസ് ഓഫ് എഞ്ചിനീയറിംഗ് സംഭവിക്കുന്നത്. എന്തൊരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോഴും അതാണ് ശരി എന്ന് ഉറച്ചു വിശ്വസിക്കാതെ അത് വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ആകുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ഒരു വിലയിരുത്തൽ, ഒരു ഫിൽട്ടർ നടത്തിയിട്ട് നല്ലതിനെ മാത്രം കടത്തിവിടും. നമ്മുടെ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ആയി മാറ്റും. അവിടെ നമ്മുടെ ലൈഫ്. ഇതാണ് ഈ നൂറ്റാണ്ട്. നിങ്ങൾ മറ്റൊന്നും മാറ്റണ്ട, നിങ്ങളുടെ ചിന്തകളെ മാത്രം മാറ്റിയാൽ മതി. എന്ത് ചിന്തകൾ എന്നിലേക്ക് വരണം, എന്ത് വാക്കുകൾ ഞാൻ പുറത്തേക്ക് പുറപ്പെടുവിക്കണം, എന്ത് പ്രവൃത്തികളാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചാൽ പ്രിയമുള്ളവരെ നമ്മുടെ ലൈഫ് മാറും, അതിഗംഭീരമായി മാറും. ഇതാണ് ഈ തോട്ട് സൈക്കിൾ. ഈ തോട്ട് സൈക്കിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ജീവിതത്തിൽ ഇത്തരത്തിൽ ഫിൽട്ടറുകൾ ഇടാൻ പഠിക്കണം. ആ ഫിൽട്ടറുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കും കണ്ടെത്തണം. പ്രിയമുള്ളവരെ, ലക്ഷ്യങ്ങൾ വിജയത്തിന്റെ മുന്നോടിയാണ്. 7:45 ആയല്ലോ സാറേ? പലർക്കും പോകാനൊക്കെ. ഒറീസയിൽ 7:40. ഒറീസയിൽ 7:40. എന്റെ വാച്ചിൽ 7. നിർത്തോണോ അതോ? ഇല്ല സാറ് സൗകര്യമല്ല, ഒരു 2 മിനിറ്റ് കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് പെട്ടെന്ന്. ലക്ഷ്യങ്ങൾ വിജയത്തിന്റെ മുന്നോടിയാണ്. ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഗോൾ സെറ്റിങ്ങിന്റെ പ്രാധാന്യമാണ് നമുക്ക് അറിയാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്. നിങ്ങൾ എവിടെ നിന്നോ, ബ്രയാൻ ട്രേസിയുടെ വളരെ മനോഹരമായ ഒരു വാചകം ഇതാണ്: നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നത് പ്രധാനമല്ല. 2022 ഡിസംബർ 31 വരെ, അല്ലെങ്കിൽ ഈ നിമിഷം വരെ 2023 ജനുവരി 18 രാവിലെ 6:30 വരെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നത് ഒരു പ്രധാനമല്ല. നിങ്ങൾ എവിടെയായിരുന്നു എന്നത് ഒരു പ്രധാന പ്രശ്നമല്ല നിങ്ങളുടെ ജീവിതത്തിൽ. അത് നിങ്ങളുടെ ജീവിതത്തെ ഇനി ഒരു രീതിയിലും സ്വാധീനിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ നിമിഷം മുതൽ 2023 ജനുവരി 18 ഈ 7:45 എന്ന മനോഹരമായ സുന്ദരമായ നിമിഷം, ഇതൊരു ഗിഫ്റ്റാണ് നമുക്ക്, അല്ലെ? പ്രസന്റിനെ നമ്മൾ പറയുന്ന ഈ ദിവസത്തെ പ്രസന്റ് എന്ന വാക്ക് തന്നെ ഗിഫ്റ്റ് എന്ന അർത്ഥത്തിൽ. ഒരുപാട് ആളുകൾക്ക് കിട്ടാത്ത ഒന്ന്. ഒരുപാട് ആളുകൾ ഇപ്പോ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ജീവിക്കുന്നത് എന്തിനാണ് എന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത, ലൈഫിന്റെ പർപ്പസിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്ത കോടാനുകോടി ആളുകളുണ്ട്. കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകുക, ലക്ഷ്യങ്ങൾ എഴുതി വെക്കുകയും ചെയ്യപ്പെട്ട മഹാവിജയം നേടിയ 3% ആളുകളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്നതിന്റെ കാരണം, നമ്മൾ ഉൾപ്പെടുന്നതിന്റെ കാരണം, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നതിലാണ് വിജയം ഇരിക്കുന്നത് എന്ന ബ്രയാൻ ട്രേസിയുടെ വാചകം. ഇവിടെ മുതൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? വന്നതൊരു പ്രശ്നമല്ല, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. പാസ്റ്റ് ഈസ് പാസ്റ്റ്. പാഠങ്ങൾ പഠിക്കാം നമുക്കത്. പക്ഷെ ഇനിയുള്ള നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് where do you want to reach? ഇതാണ് ഗോൾ. നമ്മൾ എഴുതണം where do you want to reach. ജീവിതത്തിൽ നമ്മൾ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു, എന്ത് നേടാൻ ആഗ്രഹിക്കുന്നു. വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ ഒരാൾ ചോദിക്കുന്നു, ബുള്ളറ്റ് എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്, നിങ്ങൾ എന്തിനു പോകുന്നു, എന്തിനാ, വൈ ഫാക്ടർ. ഈ വൈ ഫാക്ടറിന് ആൻസർ നിരന്തരം കണ്ടെത്തും. ഈ ഭൂമിയിൽ എന്തിനു നമ്മൾ ജീവിക്കുന്നു, എന്തിനു നമ്മൾ പഠിക്കുന്നു, എന്തിനു നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നു, എന്തുകൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നു, മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നു. അതിന്റെ ഉത്തരവുണ്ട്. എന്നോടും പലരും ചോദിക്കാറുണ്ട്. എന്റെ ഉത്തരം ഞാൻ പറയാറുള്ളത്, എന്റെ ആ ജീവിതത്തിൽ നിന്ന്, ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച, എന്റെ ജീവിതത്തിൽ വിജയം കണ്ടെത്തി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ച ആ കാര്യങ്ങൾ സമാന സാഹചര്യങ്ങളിലൂടെ വളർന്നു വരുന്നവർക്കും ഉപയോഗപ്പെടുത്തണം എന്നതാണ്. ആ വാക്കുകളാണ്, ആ വാചകങ്ങളാണ് കൂടുതൽ കാര്യങ്ങൾ നേടാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ട്. അപ്പോൾ ഇതിന്റെ ഉത്തരം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തണം. വേർ ഡു യു വാണ്ട് ടു റീച്ച്? ഇതാണ് ഗോൾ. നിങ്ങൾ ജീവിതത്തിന്റെ തലങ്ങൾ, അവിടെ നമ്മൾ എഴുതണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈ പീപ്പിൾ ഡോണ്ട് സെറ്റ് ഗോൾ. നമ്മൾ പറഞ്ഞ 13% ആളുകളാ കുട്ടികളായിരുന്നു MBA പഠിച്ച കുട്ടികൾ ഗോൾ ഉണ്ടെന്ന് പറഞ്ഞു. എഴുതിയവർ 3% അന്നത്തെ. സാധാരണ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 3% ആളുകൾക്ക് മാത്രമാണ് ലക്ഷ്യങ്ങൾ. എന്തുകൊണ്ടാണ് ആളുകൾ ഈ ഗോൾ സെറ്റ് ചെയ്യാൻ ഭയപ്പെടുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വൈ പീപ്പിൾ ഡോണ്ട് ഗെറ്റ് ഗോൾ. അതുകൊണ്ട് പറഞ്ഞ് അത് പെട്ടെന്ന് ഞാൻ പറയാം. ഒന്ന്, ഗോൾ സെറ്റിങ്ങിന്റെ പ്രാധാന്യം അറിയാത്തവർ.
ഗോൾ സെറ്റ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തവരാണ്. രണ്ടാമത്തെ ഒരു കാരണം ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. അതായത് ഞാൻ വലിയ ഗോളൊക്കെ സെറ്റ് ചെയ്ത് ഇത് ലോകത്തോട് പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് നേടാൻ പറ്റുമോ? നേടാൻ പറ്റിയില്ലെങ്കിൽ ഇതാണ് എന്ന് നേടാൻ പറ്റിയില്ലെങ്കിൽ ആളുകൾ എന്നെ കളിയാക്കില്ലേ, എന്നെ അപഹസിക്കില്ലേ? ഇങ്ങനെയൊക്കെയുള്ള കുറെ ഫിയർ ഓഫ് ഫെയിലിയർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗോൾ സെറ്റ് ചെയ്യുന്നതിൽ നിന്ന് പിന്നെ സെറ്റ് ചെയ്യാതിരുന്നാൽ പോരെ എന്നാണ് ചിന്തിക്കുന്നത്. മൂന്നാമത്തെ ഇത് ധാരാളം പേർക്ക് അറിയില്ല എങ്ങനെയാണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യും, അതിന്റെ പ്രോസസ് എന്താണ്, ഇതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് ആളുകൾ ഗോൾ സെറ്റ് ചെയ്യാൻ മടി കാണിക്കുന്നു എന്നതാണ്. നാലാമത്തേത് നല്ലൊരു ശതമാനം ആളുകളും പാസ്റ്റിൽ ജീവിക്കുന്നവർ. ഞാൻ ഇങ്ങനത്തെ ഒരു സാഹചര്യം തിരിച്ചു, ഇനി ഇതൊന്നും മാറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇനി എത്ര ശ്രമിച്ചാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊക്കെ മതി, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിച്ച് എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആളുകൾ പറയും, ഓ അങ്ങനെ അങ്ങ് ജീവിച്ചു പോണു സാറേ എന്ന് പറയുന്ന ആളുകൾ. അപ്പോ മരിക്കുന്നത് വരെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി ഭൂമിയിൽ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ആളുകൾ ഗോൾ സെറ്റ് ചെയ്യുന്നില്ല എന്നതാണ്. അഞ്ചാമത്തേത്, ഈ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാസ്റ്റിൽ ജീവിക്കാതിരുന്നാൽ ഒരു പ്രശ്നമുണ്ട്. ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആക്ഷൻസ് അഥവാ പ്രവൃത്തി വേണ്ടിവരും എന്നാണ്. ഇപ്പൊ ബെസ്റ്റ് ട്രെയിനറായി മാറണം എന്ന് ആഗ്രഹിച്ചു എന്നൊരു ഗോൾ ഞാൻ സെറ്റ് ചെയ്തു, പോസിറ്റീവ് കമ്മ്യൂണിറ്റി നടത്തുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ആളുകൾ പറയുന്നു ബെസ്റ്റ് ട്രെയിനർ കോൺടെസ്റ്റ് ഞാൻ പങ്കെടുക്കുന്നു, ഞാൻ വിന്നറാകും എന്ന് പറഞ്ഞാൽ എന്നിലേക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വന്നേരും. പിന്നെ എന്താ, ഞാനിത് ആക്ഷനിലേക്ക് കൊണ്ടുവരണം, അതിന് പ്ലാനിങ് വേണം, അതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ പഠിക്കണം. അതായത് ഞാൻ പ്രവർത്തിക്കേണ്ടി വരും എന്നതാണ്, പ്രവർത്തിക്കേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ മീറ്റിംഗ് കൂടി, ടോട്ട്സില് ക്ലാസ് എടുക്കാൻ തയ്യാറാകാം ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് പേര് തയ്യാറായി. പക്ഷെ ആദ്യത്തിൽ പലരും തയ്യാറായില്ല. എന്റെ ഒരു കാരണം, നമ്മൾ ആ ഒരു കമ്മിറ്റ്മെന്റ് ഏറ്റെടുത്താൽ നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും, നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇന്ന് ഈ കാണിച്ച എല്ലാ സ്ലൈഡുകളും ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ സ്ലൈഡാണ്. ഞാൻ ഇന്നലെ 12:30 രാത്രി കിടന്നത്. 5 മണിക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് സ്ഥിരമായ ക്ലാസ് ഉണ്ട്. അതുകൊണ്ടാണ് 6:30 ഞാൻ ഇപ്പോൾ ഇതിനകത്ത് വരാത്തിന്റെ കാരണം. 5 മണിക്ക് ആ പ്ലാറ്റ്ഫോമിൽ ഞാൻ കയറിയതാണ്. 6:15 വരെ ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇതിനകത്തേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഏറ്റെടുത്തപ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കും, അയ്യോ അങ്ങനെ ഏറ്റെടുക്കാതിരുന്നെങ്കിൽ എനിക്ക് ഇന്നലെ രാത്രി നേരത്തെ കിടന്നുറങ്ങാം, ഇത് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തു, ഞാൻ അനൗൺസ് ചെയ്തു, ഞാൻ ഇന്ന ദിവസം രാവിലെ 6:30 ഈ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുക്കുന്നു എന്ന ഗോൾ സെറ്റ് ചെയ്തപ്പോൾ ഞാൻ പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ ആളുകൾ ഗോൾ സെറ്റ് ചെയ്യാത്തതിന്റെ കാരണം, ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യണം. അത് അച്ചീവ് ചെയ്യണമെങ്കിൽ പ്ലാനിങ്ങുകൾ വേണം. അത് പ്ലാനിങ്ങുകൾ മാത്രം ഉണ്ടായാൽ പോരാ, അത് ഡിസൈനിങ് ചെയ്യണം, അത് മാത്രം പോരാ, പ്രവർത്തിക്കണം എന്നതാണ്. ഇതിനോടുള്ള മടി ആണ് ആളുകളെ ഗോൾ സെറ്റ് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറ്റുന്നത്. അപ്പൊ ഈ എല്ലാ ഘടകങ്ങളും ഒഴിവാക്കിയവർ, നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറവരാണ്, നമുക്ക് ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് അറിയാം. ഗോൾ സെറ്റ് ചെയ്യേണ്ട പ്രാധാന്യം നമ്മൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനം നമ്മെ നിരന്തരം ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. സമാന പഠനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. ഇത് നമ്മൾ വായിച്ചത് കൊണ്ടാണ്, ഈ പഠന റിപ്പോർട്ട് നമുക്കറിയാം എന്നതുകൊണ്ടാണ് ഗോൾ സെറ്റിങ്ങിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾ ഇത് 2023 നമ്മുടേതായ ഒരു ലോകമാക്കി മാറ്റാൻ, നമ്മുടെ ഒരു ലോകമായിരിക്കണം നമ്മുടെ ഈ 2023. പ്രിയമുള്ളവരെ, സമയം 7:45 കൊണ്ട് ഈ 5 പ്രിൻസിപ്പിൾസും ഗോൾ സെറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 5 പ്രിൻസിപ്പിൾസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷൻ പ്ലാനുകളും ഒക്കെ നമുക്ക് മറ്റൊരു ദിവസം തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. വീണ്ടും 26-ാം തീയതി എന്റെ ക്ലാസ് വെച്ചിട്ടുണ്ട്. ഇന്ന് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിക്കൊണ്ട് നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇടയിൽ എപ്പോഴെങ്കിലും ദിവസം നമുക്ക് കാണാം. അതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. പലരും തിരക്കുകളുള്ളവരാണ്, ഞാനും തിരക്കുള്ളതാണ്. മകൻ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ വൈൻഡ് ചെയ്താലോ സുനിൽ സാറേ? സാർ, താങ്ക് യു. അല്ലെ, സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രം നമ്മൾ വൈൻഡപ്പ് ചെയ്യാന്ന് പറയുന്നു.
നമുക്ക് ഒന്നുകൂടി ഇതിന്ന് ഗോൾ സെറ്റിങ് എന്താണ്, അതിന്റെ പ്രാധാന്യം എങ്ങനെയാണ്, തോട്ട് പ്രോസസ്സ്, എല്ലാത്തിന്റെയും തുടക്കം നമ്മുടെ ചേഞ്ച് ചെയ്യുന്ന നമ്മുടെ തോട്ട് പ്രോസസ്സിൽ നിന്നാണ്. ഇതാണ് ഈ നൂറ്റാണ്ട് നമുക്ക് നൽകിയ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഇതൊന്ന് ചേഞ്ച് ചെയ്താൽ മതി, എല്ലാം മാറും. എല്ലാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറും. ഈ തോട്ട് പ്രോസസ്സ് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം, അവിടെ ഫിൽറ്ററിന്റെ ആവശ്യം, ആ ഒരു തോട്ടിനും വേർഡ്സ് ആൻഡ് ആക്ഷൻസിനും ഇടയിൽ ഒരു ഫിൽറ്റർ ഇട്ടാൽ മതി. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് പ്രവർത്തിക്കണം, ഞാൻ ഇത് ചെയ്യുന്നത് ശരിയാണോ, ഇത് ചെയ്താൽ എനിക്ക് നന്മയുണ്ടോ, സമൂഹത്തിന് നന്മയുണ്ടോ, അതുകൂടെ എനിക്ക് മാത്രമല്ല എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ എന്റെ സമൂഹത്തിന് ഇതുകൊണ്ട് എന്ത് ഗുണമുണ്ട് എന്ന് നമ്മളത് ചിന്തിച്ചിട്ട് അതിനെ വാക്കുകളും പ്രവൃത്തികളും ആക്കിയാൽ മതി. അപ്പോ നമ്മുടെ ഡെസ്റ്റിനി മനോഹരമായി തീരും. നല്ലൊരു ഡെസ്റ്റിനിയിൽ എത്തിയാൽ പിന്നെ നല്ല ചിന്തകളായിരിക്കും പിന്നെ വരും. അപ്പൊ കുറെ കൂടി മെച്ചപ്പെട്ട ഡെസ്റ്റിനിയിലേക്ക് വരും. അപ്പൊ നമ്മുടെ ചിന്ത കുറെ കൂടി നല്ല ചിന്തയിലേക്ക് വരും. അപ്പൊ നമ്മുടെ ഡെസ്റ്റിനി വളരെ മനോഹരമാകും. അങ്ങനെ 2023 തുടർ വർഷങ്ങൾ, നമ്മൾ ഒരു വർഷത്തേക്ക് മാത്രമല്ല ഗോള് നമുക്കറിയാം. ഷോർട്ട് ടൈം, മിഡ് ടൈം, ലോങ് ടൈം ഉണ്ട്. ഷോർട്ട് ടൈം ഗോളാണ് 2023 ഡിസംബർ 31. നമ്മൾ അതിനപ്പുറത്തേക്ക് ലക്ഷ്യങ്ങൾ കാണുന്നവരാണ്. അതിലേക്ക് മുന്നിലേക്ക് നമുക്ക് സാധ്യതകൾ ഉള്ളതാണ്. അപ്പൊ അതുകൂടി നമ്മൾ ലക്ഷ്യം കണ്ടുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ ഗോൾ സെറ്റിംഗ് എന്തുകൊണ്ട് ആളുകൾ ചെയ്യാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കി. സക്സസിന് നിർവചനങ്ങൾ, നമ്മുടേതായ ഒരു നിർവചനം നമ്മൾ ഉണ്ടാക്കി. നമ്മൾ കണ്ടെത്തിയ റോൾ മോഡൽസിൽ എന്ത് ഗുണങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മുടെ തോട്ട് ശരിയാകുന്നത്. അവിടെ ശരിയാക്കുമ്പോൾ എല്ലാം ശരിയാകും. നല്ലൊരു പ്ലാറ്റ്ഫോമിൽ, നല്ലൊരു ഓഡിയൻസിന് മുന്നിൽ ഇത്രയും നേരം ആരും തന്നെ പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. 34 പേര് ഇപ്പൊ ഉണ്ട്, അതിൽ കൂടുതൽ പേരുണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ആണ് ചെറിയ. എന്തായാലും നമുക്ക് വലിയ സ്വപ്നങ്ങളുമായി, വലിയ ലക്ഷ്യങ്ങളുമായി നമുക്ക് മുന്നേറാം. നമ്മുടെ ജീവിതത്തെയും നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തെയും നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും മാറ്റിമറിക്കുന്ന, മാറ്റങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു മഹത് വ്യക്തിത്വങ്ങളായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു പരീത് കുൻ സാർ. താങ്ക് യു. ഇവിടെ പലരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, ഇത്രയും നാൾ സാർ എവിടെയായിരുന്നു. കാരണം നമുക്കൊക്കെ, എന്നെ പോലുള്ളവർക്കൊക്കെ സാറിന് അറിയാവുന്നതുകൊണ്ട് ആ ഒരു ഇതില്ല. പക്ഷെ വണ്ടർഫുൾ പറയാതിരിക്കാൻ കഴിയും. കാരണം ചിന്തകൾ എല്ലാവർക്കും വരും. ഏതാണ്ട് 60,000 ചിന്തകൾ നമുക്ക് വരുമെന്ന്. അത് ഫിൽട്ടർ ചെയ്യുന്നതും എന്തുകൊണ്ട് ആൾക്കാർ ഗോൾ സെറ്റ് ചെയ്യുന്നില്ല, അത് രണ്ടുമാണ് എൻ്റെ ടേക്ക് അവേ. എനിവേ, നമുക്ക് നമ്മുടെ ഫീഡ്ബാക്കിലേക്ക് കിടക്കാം. നമ്മുടെ പ്ലാറ്റ്ഫോം പഴയ പോലെ തന്നെ തുടരുന്നു. ഫീഡ്ബാക്കിനകത്ത് ആദ്യം ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അരുൺ ജി കൃഷ്ണൻ സാറാണ്. അരുൺ സാർ പ്ലീസ്. സാറി, ഞാന് പിന്നെ എന്റെ വൈഫിന്റെ കാര്യം ഞാൻ പറഞ്ഞ പരീത് സാറാന്ന് പറഞ്ഞു. അപ്പൊ വൈഫ് പറഞ്ഞ അന്ന് പിന്നെ ഗെറ്റ് ടുഗദറിന് എന്റെ അടുത്ത് PSC 2 ക്വസ്റ്റ്യൻ ചോദിച്ചു സാറൊക്കെ. അപ്പൊ അപ്പൊ അറിയാം, സാറിനെ എല്ലാവർക്കും അറിയാം. സാറ് എവിടെ ചെന്നാലും ഒരു ഐഡന്റിറ്റി ഇട്ടിട്ടാ പോകുന്നത്. എന്റെ വൈഫ് ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ അതിനു മുമ്പ് ഓൺലൈനിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് പിന്നെ അന്ന് കണ്ട്, എല്ലാവരും കണ്ടു. അപ്പോ സാറ് കുറെ നാള് ശേഷമാണ് ഇപ്പൊ ഒരു സെക്ഷനുമായിട്ട് വന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സെക്ഷനുമൊക്കെ ആയിട്ട് വരണം. എനിക്കൊന്ന് വിഷൻ ബോർഡും ഒക്കെ ആയിട്ട് അന്ന് പോയതാ. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് വിഷൻ ബോർഡ്. പിന്നെ സാറിന്റെ കഥാപ്രസംഗം ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നു. സാർ അതൊക്കെ നിർത്തിയോ ഇപ്പോ? അതൊക്കെ ഇല്ലില്ല. ഓക്കെ, അതൊക്കെ സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അന്ന് നമ്മൾ ഓണത്തെ അവതരിപ്പിച്ച, കോവിഡിന്റെ ഇടയ്ക്ക് അവതരിപ്പിച്ച കഥാപുസ്തകം ഒക്കെ ഇങ്ങനെയാണ് ആലോചിച്ചോണ്ടിരുന്നത്. പിന്നെയാണ് എന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത അറിഞ്ഞത്, സാറ് അനിമൽ ഹസ്ബൻഡറിയില് ജോലിക്കാരനാണെന്ന് അറിഞ്ഞത്. ഞാൻ വിചാരിച്ച് ഇതിനൊക്കെ എവിടുന്ന സമയം? 25 വർഷമായി സർക്കാർ സർവീസില്. അതാ ഞാൻ ഞെട്ടിയത് 2 വർഷം മുമ്പാണ്. സാറ് 25 വർഷം മുമ്പ് ഞെട്ടിക്കാണും. ഞാൻ ഞെട്ടിയത് 2 വർഷം മുമ്പാണ്. അപ്പൊ എന്തായാലും കൊള്ളാം സാർ. സാറ് ഇത് പറയാനായിട്ട് ആപ്റ്റായിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യാം, ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യാം, കാര്യം ആപ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് സാറ് ക്ലാസ് ആയിട്ട് എടുത്തത്. സാർ ഇത് പറയാൻ അർഹനാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഞാൻ അടിവരയിട്ട് പറയുന്ന കാര്യം. നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ അതിന് അർഹതയുണ്ടോ, നമ്മളെല്ലാ ട്രെയിനേഴ്സും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അതിന് അർഹതയുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം ക്ലാസ് എടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ചീറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമായിട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്.
അപ്പോൾ സാറിന്റെ ഈ ഒരു വണ്ടർഫുൾ ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം. ഈ വൈകിയ വേളയിൽ ഞാൻ ഇതിനൊരു ഫീഡ്ബാക്ക് പറയാതെ പോയാൽ ഒരു മോശമല്ലേ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ വളരെ എക്സലന്റ് ആയിട്ടുള്ള. അപ്പൊ അടുത്ത എന്താണ്, രണ്ടാം ഭാഗം റിലീസിന് നമുക്ക് ടീസറും കാണിച്ചു കഴിഞ്ഞു. 26-ാം തീയതിയാണ് അതിന്റെ റിലീസ്. പറഞ്ഞ് ടീസറും കാണിച്ചു കഴിഞ്ഞു. അപ്പൊ അതും ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഇത്രയും ആൾക്കാർ അന്നും കാണണം. ബാക്കി ഉണ്ട്, ഇതിന്റെ ബാക്കി ഭാഗം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ വളരെ താങ്ക് യു. കാര്യം എനിക്ക് എന്റെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കൊണ്ട് സക്സസിന് ഒരു നിർവചനം ഉണ്ടാക്കിയില്ലേ, അതാണ് ഏറ്റവും വലിയ എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട്. പ്ലാനിങ് ആൻഡ് ഡെഡിക്കേഷൻ എന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയും. അത് ഞാൻ എഴുതി വെച്ചു സാറേ എന്റെ ഷോക്കേസിൽ. എനിക്ക് ലാപ്ടോപ്പ് തിരിച്ച് കാണിക്കാൻ പറ്റുന്നില്ല. ഷോക്കേസിന്റെ മേലിൽ എഴുതി വെച്ച്. അതാണ് ഞാൻ ഇത്രയും നേരം ചെയ്തത്. പ്ലാനിങ് ആൻഡ് ഡെഡിക്കേഷൻ, ഇത് രണ്ട് സാധനം എനിക്ക് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടി ഈ ഒരു ക്ലാസ് സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു പരീത് കുഞ്ഞൻ സാർ, താങ്ക് യു വെരി മച്ച്. സാറിന്റെ എനർജിയും സാറിന്റെ ആ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും ഒക്കെ ഇനിയും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. പിന്നെ സുനിൽ സാറ് രാവിലെ 5:30 തൊട്ട് കാണുന്നതാണ്. സാറിനെ പിന്നെ പ്രത്യേകിച്ച് സാറിന് പറയാനൊന്നുമില്ല. ഒറീസയില് പിന്നെ എന്താണ് 10 ഡിഗ്രി ആയാലും -ഡിഗ്രി ആയാലും സാറ് ഈ പ്ലാറ്റ്ഫോമില് ചൂട് പിടിച്ച ചർച്ചയ്ക്കിടയിൽ ആ ചൂടിന്റെ ഇടയ്ക്ക് ആ ചൂടൊക്കെ ഏറ്റിങ്ങനെ ഇരിക്കും. അപ്പൊ താങ്ക് യു സുനിൽ സാർ ഫോർ സപ്പോർട്ടിങ്. എല്ലാവരെയും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് സന്തോഷം. റൂബി മാഡത്തിന്റെ പോസിറ്റീവ് തോട്ട്സും കൊള്ളായിരുന്നു. സൂപ്പർ, താങ്ക് യു. ഈ ദിവസം മനോഹരമാവട്ടെ. ഈ നെറ്റ് ഉണ്ടെങ്കിൽ ഞാനുണ്ട് എന്ന് പൂരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഒരു എക്സാമിനൊക്കെ വരാൻ ചിലപ്പോ അത് പുതിയ കോഴ്സ് ആയിട്ട് എഴുതി വെച്ചു. നെറ്റ് ഉണ്ടെങ്കിൽ ഞാനുണ്ട്. ഇത് ആര് പറഞ്ഞതാണ് അല്ലെങ്കിൽ ആരുടെ വാചകമാണ് എന്ന് ഓക്കെ. അപ്പൊ ഞാൻ ഇറങ്ങുന്നു കോളേജിലേക്ക് പോകണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പരീത് സാർ, അരുൺ സാർ ഇത്രയും നേരം ഇരുന്ന് ഫീഡ്ബാക്ക് പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ മഹത്തരകം. കാരണം 5:30 പോലും ഒരു 6:15 ആകുമ്പോഴേക്കും നടക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ആളാണ്. 6:30 ചില സമയത്ത് പലപ്പോഴും ഉണ്ട്, വരാറില്ല. ഈ ഇരിക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ സാധാരണ 7:40 തീരുമല്ലോ. ആ സമയത്ത് പോകുന്ന ആള് ഇന്ന് വെയിറ്റ് ചെയ്ത് ഈ ഫീഡ്ബാക്ക് പറഞ്ഞു എന്നുള്ളതാണ് സാറിന്റെ ട്രെയിനിങ്ങിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായത്. നല്ല ട്രെയിനേഴ്സ് വരട്ടെ സാറേ, നല്ല ട്രെയിനേഴ്സ് വരട്ടെ. ദാറ്റ് ഈസ് ദ ഇമ്പാക്ട് ഓൺ ദി ഓഡിയൻസ്. അത് ഞാൻ പ്രത്യേകിച്ച് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജു ഫിലിപ്പ് സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വിൻസെന്റ് സാർ. സാർ ഗുഡ് മോർണിംഗ്. എനിക്ക് വീഡിയോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. സാറിന് പിന്നെ പരിചയമുണ്ടെന്ന് ഓർക്കുന്നു. 2 വർഷം മുമ്പ് പോസിറ്റീവ് കമ്മ്യൂണിറ്റി നടത്തിയ ആദ്യത്തെ ഓൺലൈൻ പ്രസംഗ മത്സരത്തിൽ പ്രൈസ് നേടിയ വ്യക്തിയാണ്. അന്ന് മുതലേ എനിക്ക് സാറിനെ അറിയാം. മാത്രമല്ല സാറ് വലിയൊരു ട്രെയിനറായിട്ട് മാറി ഈ ഫീൽഡിൽ മാത്രമല്ല മറ്റു അനേക ഫീൽഡിൽ. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ വരാൻ സാധിക്കാത്തതെന്ന് മനസ്സിലാക്കുന്നു. ഇത്തരം ഒരു പ്രൊഫഷണൽ ട്രെയിനറായിട്ട് മാറിയ സാറിനെ ഇന്ന് കേൾക്കാനായിട്ട് സാധിച്ചതിൽ പ്രത്യേക നന്ദിയുണ്ട്. The greatest discovery of my generation is the human being can change his life by changing his attitude. ഈ വാക്കുകളാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. 200 വർഷം മുമ്പ് അമേരിക്കൻ സൈക്കോളജിയുടെ പിതാവായിട്ടുള്ള വില്യം ജെയിംസ് പറഞ്ഞ വാക്കുകളാണ്. The greatest discovery of my generation is that a human being can change his life by changing his attitude. ഇന്ന് പരീത് സാർ അദ്ദേഹത്തിൻ്റെതായ പേരിൽ ഈ കൊട്ടേഷൻ തീരും. Greatest discovery of this century is that a human being can change his life by changing his thoughts. ഇതൊരു പുതിയ പരീത് സാറിന്റെ പേരിലുള്ള പുതിയൊരു എന്താ പറയുന്നത് ഇതായിട്ട് മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് വളരെ ആധികാരികമായിട്ട് സാറ് പറഞ്ഞിരിക്കുകയാണ്. അത് ഞങ്ങളെ കൊണ്ട് സക്സസിന്റെ സാർ പറഞ്ഞ പോലെ സക്സസിന്റെ ഡെഫിനിഷൻ എഴുതാൻ സാധിച്ചു. അപ്പോൾ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരുന്നു. തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ജീവിതത്തിന് ഇന്ന് സംബന്ധിച്ച് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഇത്രയും സമയം കൊണ്ട് വളരെയധികം പ്രയോജനം ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. സാറിന് ഫീഡ്ബാക്കിന്റെ ആവശ്യമില്ല, ഇംപ്രൂവ്മെന്റ്സിനെ ഒന്നും തന്നെ പറയാനില്ല. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സെഷൻ ഇവിടെ സംബന്ധിച്ച് എല്ലാവർക്കും വളരെയധികം
യൂസ്ഫുള്ളായി, ഇഫക്റ്റീവായി, അല്ലെങ്കിൽ ടേക്ക് അവേസ് ഉണ്ടായി എന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ സാറിന് പുതിയൊരു കോട്ട് ഞാൻ ആ പേര് മറന്നുപോയി, കോട്ട് സാറിന്റെ പേരിൽ ഞാൻ കുറിക്കുകയാണ്. ദി ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് ദിസ് സെഞ്ചുറി ഈസ് ദാറ്റ് എ ഹ്യൂമൻ ബീയിങ് ക്യാൻ ചേഞ്ച് ഹിസ് ലൈഫ് ബൈ ചേഞ്ചിങ് ഹിസ് തോട്ട്സ്. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സർ. ഇത് എന്റെ കോട്ട് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, പലരും പറഞ്ഞിട്ടുള്ളതാണ് സാറേ. കോഴ്സിനെ കുറിച്ച് മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞേക്കുന്നതാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിൽ ഇപ്പൊ അത് ഡിഫൈൻ ചെയ്ത രീതി ശരിക്കും വ്യക്തമായിട്ട് എഴുതി വെക്കുന്ന കോളാണല്ലോ ഏറ്റവും വലിയ. താങ്ക് യു രാജു സാർ. സാറ് വളരെ ഞാനൊക്കെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന തുടക്കകാലം മുതൽ തന്നെ സാറ് വന്ന സമയം മുതൽ കുറച്ച് കഴിഞ്ഞിട്ട് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. വളരെ ശാന്തനായിട്ട് ഇരുന്ന് ഇപ്പൊ വളരെ ആക്റ്റീവായിട്ട് ടോപ്സിലും ടോട്ട്സിലും ക്ലാസ് എടുക്കാനും PD ആയിട്ടും മറ്റേ DTM ആയതുകൊണ്ട് ആ ഡിസ്റ്റിങ്വിഷ് ടോസ്റ്റ് മാസ്റ്റർ സ്കിൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ എപ്പോഴും പ്രചോദിപ്പിക്കുന്ന വ്യക്തിയാണ് രാജു സാർ. ഇന്നും അതുപോലെ ഞാൻ സാറിന്റെ ട്രെയിനിങ്ങിന്റെ അടുത്തൊരു ഇമ്പാക്റ്റും കൂടെ പറഞ്ഞോട്ടെ. ലതാമോൾ മാഡത്തിന്റെ ഒരു മെസ്സേജ് നേരത്തെ വന്നിരുന്നു. സക്സസിന്റെ ഡെഫിനിഷൻ പറയാൻ പറഞ്ഞപ്പോൾ സക്സസ് ഇൻ ആർട്ട് in scientific way to achieve the goal and prosperity with happiness for society. അതും സാറുടെ ഒരു ട്രെയിനിങ് ഇമ്പാക്റ്റ് ആയിട്ട് പറയുന്നു. പിന്നെ നമ്മുടെ സതീഷ് സാർ തിരക്കായതുകൊണ്ടായി പറയാത്തത് ഞാൻ വിചാരിക്കുന്നു. സതീഷ് സാർ പറഞ്ഞിരിക്കുന്നു, താങ്ക് യു സാർ, യു ആർ എ റോൾ മോഡൽ ട്രെയിനർ ഫോർ മീ, ആൾവേസ് ഇൻസ്പയറിംഗ്. ഈ 2 ചാറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് TNG വെൽവിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എന്നെ സംബന്ധിച്ച ഒരു പുതുമുഖമാണ് തോന്നുന്നു. സാർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞാൽ നന്നായിരുന്നു. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാവ് എ ഗുഡ് ഡേ ടു ആൾ. ഗുഡ് മോർണിംഗ് സാർ. എൻ്റെ പേര് TN ഗോപി. ഞാൻ ചാലക്കുടിയാണ്. ഞാൻ ഫെഡറൽ ബാങ്ക് റിട്ടയർഡ് ആണ്. എനിക്കൊരു സെന്റർ ഉണ്ട് വെൽവിഷൻ. ഞാനൊരു ഹിപ്നോ കൗൺസിലിംഗ് തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ പരീത് കുൻസാറിന്റെ ഇന്നത്തെ ക്ലാസ് വളരെ ഒരു എംപവറിംഗ് ടോക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വെളുപ്പിനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അതൊരു സെൽഫ് മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ അതിൽ എനിക്ക് വളരെ ഒരു അപ്രീസിയേഷൻ തോന്നിയത് ദർ വാസ് എ പഞ്ചിങ്. അതൊരു പഞ്ചിങ് ഉണ്ടായിരുന്നു അതിൽ. നമ്മൾ കേട്ടിരിക്കുന്ന പല കാര്യങ്ങളാണെങ്കിൽ തന്നെ അതൊരു ആ ട്രെയിനറുടെ ഹൗ ടു മേക്ക് ഇറ്റ് എഫക്റ്റീവ്, ആ കാര്യത്തില് സാറ് വളരെയധികം സക്സസ് ആയിരിക്കുന്നു. സാറിന്റെ ക്ലാസ്സുകൾ ഇനിയും പങ്കെടുക്കുന്നതാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു TNG സാർ. TNG എന്ന് പറയുമ്പോൾ നമ്മള് എന്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഗോകുമാർ എന്ന് പറഞ്ഞ വലിയൊരു ജേർണലിസ്റ്റ് നമ്മുടെ ഏഷ്യാനെറ്റിൽ അങ്ങനെ ഉണ്ടായിരുന്ന. അപ്പൊ TNG സാറിന് ഒരു വെൽക്കം. പരീത് കുൻ സാർ മാത്രമല്ല 981 ദിവസവും നമ്മുടെ മികച്ച ട്രെയിനേഴ്സിന്റെ ക്ലാസ് ഉണ്ട്, നാളെ മുതലും ഉണ്ട്. അപ്പോൾ സാറിന് വളരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ആകെപ്പാടൊരു ബുദ്ധിമുട്ട് 6:30 ഇതിനു മുമ്പിൽ ഇരിക്കണം എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്. സാറ് സമയം ഉണ്ടാക്കി വന്ന് ഇതുപോലെ നമ്മുടെ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സാറിന് താങ്ക് യു. നസീം മാഡം, അല്ല വിൻസെന്റ് സാർ. താങ്ക് യു ഇതുപോലെ സൂം ഉണ്ടോ? വേറെ സൂം സാറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു തിങ്ക് ഓഫ് അസ് എന്നുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു. അതുപോലെ സുനിൽ സാന്നിധ്യം, നിറസാന്നിധ്യം. കൺഗ്രാജുലേഷൻസ്. റൂബിമാമിന്റെ നല്ലൊരു ഓക്കെ, താങ്ക് യു. റൂബിമാമിന്റെ ആ ഒരു പോസിറ്റീവ് ചിന്തകൾ വളരെ നന്നായി. ദൈവവും സമയവും എല്ലാം നമുക്ക് ഹീൽ ചെയ്യും. ടൈം ഹീൽസ്. നല്ലൊരു പോസിറ്റീവ് തോട്ട് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് റൂബി മാം. പരിധി സാറെ വളരെ മനോഹരമായി, ഞാൻ പറയും ഒരു ഇലക്ട്രിഫൈങ് സെഷൻ ആയിരുന്നു. കാരണം ആവേശം ജനിപ്പിക്കുന്ന, ആവേശം ജ്വലിപ്പിക്കുന്ന, ആവേശം സൃഷ്ടിക്കുന്ന, വെറും ആവേശം മാത്രമല്ല സൃഷ്ടിപരമായിട്ട് ക്രിയേറ്റീവായ ഒരു അപ്രോച്ച്. ഇറ്റ്സ് എ വെരി ഫാന്റാസ്റ്റിക് ആൻഡ് ഫാബുലസ് സെഷൻ. ഞാൻ പറയും വളരെ മനോഹരമായ സെഷൻസ്. കാരണം പ്രത്യേകിച്ച് ഇന്ന് ഈ ന്യൂ ഇയർ 2023 എങ്ങനെ ഫേസ് ചെയ്യണം, ഓരോ ദിവസവും നമുക്കൊരു ആവേശം തരുന്ന സാറിന്റെ സൗണ്ട് എല്ലാം തന്നെ ദ ഹോൾ തിങ്
മറ്റൊന്നുമില്ല. ആവേശം പകരുന്നതായിരുന്നു. നല്ല തോട്ട്സ്, നല്ല നല്ല ഇൻപുട്സ്. കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങൾ 26-ാം തീയതിയിലേക്ക് വെയിറ്റ് ചെയ്യുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ആൻഡ് ബാക്ക് ടു യു സുനിൽ സർ. താങ്ക് യു വിൻസെന്റ് സാർ. സാറേ, വിൻസെന്റ് സാറ് കളമശ്ശേരി ലീഗൽ ഫോറത്തിന്റെ ബേസില് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 8:30 നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ലീഗൽ ലിറ്ററസി പ്രോഗ്രാം, അതിന്റെ ടൈറ്റിൽ വേറെയാണെന്ന് തോന്നുന്നു, അതുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 8:30 ഗൂഗിൾ മീറ്റിലാണ്. സാർ അത് ഈ ചാറ്റിൽ അതിനകത്ത് ലിങ്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ, കാരണം നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത ലീഗൽ ആക്ടിവിറ്റി. കഴിഞ്ഞ ആഴ്ച ഡൊമസ്റ്റിക് വയലൻസ് ആയിരുന്നു. ഈ ആഴ്ച എന്താ സാർ? ഈ ആഴ്ച ക്രിമിനൽ ട്രയൽ. വേറൊരു പ്ലാറ്റ്ഫോമിൽ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ നാട്ടുകാരാണ്. പൊത്താനിക്കാട് വീട്. പൊത്താനിക്കാടെന്ന് എനിക്കറിയാം സാർ. ട്യൂഷൻ സെന്റർ നടത്തിയിരുന്ന കാര്യവും പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വേറെ ഏത് പ്ലാറ്റ്ഫോമിൽ വെച്ചാൽ വിൻസെന്റ് സാർ ആ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ഒന്ന് ചാറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ പോത്താനിക്കാട് ഫ്രണ്ട്സിന്റെ അടുത്ത് പലരിടത്ത് സാറിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പൊ മുമ്പ് ട്യൂഷൻ സെന്ററിനെ കുറിച്ചൊക്കെ. അപ്പൊ അവര് ഇപ്പോഴത്തെ ജനറേഷന്റെ മുന്നിൽ അത് ഓർമ്മയിൽ ഇല്ലെന്ന് പറഞ്ഞത്. പഴയതായിരുന്നു. കുറെ വർഷം മുമ്പാണ് സർ. നമുക്ക് ഹാൻഡ് റൈസ് ചെയ്ത കുറച്ച് പേര് ഉള്ളത് കൊണ്ട് കട്ട് ചെയ്യുന്നു. വിൻസെന്റ് സാർ ആ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ഒന്ന് ചാറ്റിലിട്ടാൽ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. താങ്ക് യു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഒരു ജഡ്ജ് കൂടെയാണ് സാറ്, നമ്മൾ അറിയിക്കട്ടെ, എറണാകുളം. ഇനി നമുക്ക് നസീം മാഡം പ്ലീസ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അതെ, ഓർക്കുക, ദൈവത്തിനും സമയത്തിനും മാറ്റാൻ കഴിയാത്ത ഒരു മുറിവും ദൈവം നമുക്ക് സമ്മാനിക്കാറില്ല എന്ന സൂപ്പർ മെസ്സേജാണ് രാഹുൽ തന്നെ കേട്ടത്. റുക്മിന് നന്ദി. മാത്രല്ല വളരെ പ്ലസന്റായി അതിന് പോസിറ്റീവ് വൈബ് സംപ്രേഷണം ചെയ്യുന്ന സുനിൽ സാറാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എക്സലന്റ് സപ്പോർട്ടിങ് പേടി. താങ്ക് യു ഫരീദ് കുഞ്ഞി സാർ ആൻഡ് താങ്ക് യു സുനിൽ സാർ. താങ്ക് യു റുബി മാം. സാറിന്റെ ആ ന്യൂ വേർഷൻ ഓഫ് യു 2023 ഫ്രഷ് ഫോക്കസ് ഓഫ് യുവർ ഗോൾ ആൻഡ് ലൈഫ്, സോ സൂപ്പർ. അതായത് ഗോൾ സെറ്റ് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിച്ച 3 ഇൻസിഡൻസ് അല്ലേ സാറേ? അതല്ലേ ചോദിച്ചത്? മൊമെന്റ്സ് ഓർ സിറ്റുവേഷൻസ്. പിന്നെ നിങ്ങളുടെ റോൾ മോഡൽ, അവരുടെ ക്വാളിറ്റി. അതിന്റെ ക്വസ്റ്റ്യൻസ് വളരെ അക്യുറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ അതിന്റെ ഡെഫിനിഷൻ, അപ്പൊ ഓരോരുത്തർക്കും വേറെ വേറെ ഡെഫിനിഷൻ ഒരു സെക്കൻഡെങ്കിലും ഓർക്കാൻ കഴിഞ്ഞു. ദെൻ ഇഫ് യു ക്യാൻ ചേഞ്ച് യുവർ തോട്ട്സ് യു ക്യാൻ ചേഞ്ച് യുവർ ഡെസ്റ്റിനി. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു കോട്ടാണ്. അതിന് ആപ്റ്റായ PPT, അതിൽ ആധികാരികമായ വാക്കുകൾ, ലൈഫ് എക്സ്പീരിയൻസ്, ഒരു പ്രൊഫഷണൽ ട്രെയിനർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ആ എനർജറ്റിക് വോയിസും വേർഡ്സിലൂടെ കറക്റ്റായിട്ട് കിട്ടി. ഞങ്ങൾക്കത് വളരെ ഉപകാരപ്പെട്ടു. മാത്രല്ല ഈ ഓൺലൈനായിട്ടും സാറിന്റെ ആ വേർഡ്സിലെ പ്ലഷർ ഇങ്ങോട്ട് എത്തി. അപ്പൊ സാറ് പറഞ്ഞ പിതാവിന്റെ ആ പോസിറ്റീവ് വൈബാണ് പറയാതെ നൽകിയ ഇമ്പാക്ട് എന്ന് മനസ്സിലായി. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഓവർ ടു യു സുനിൽ സാർ. താങ്ക് യു നസീം മാഡം. നസീം മാഡത്തിന്റെ പരിധിക്കുൻ സാറിന് അറിയുമെന്ന് വിചാരിക്കുന്നു. മാഡം നമ്മുടെ സജീവ സാന്നിധ്യമാണ്. ഈയിടയ്ക്ക് ഡോക്ടറേറ്റ് കൂടെ എടുത്തിട്ടുണ്ട്. മറ്റേ അഡ്രസ്സിൽ മിസ്സിസ് നസീം PA എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ വിളിക്കാൻ വിചാരിക്കുന്നത് ഞങ്ങളുടെ ഡോക്ടർ അമ്മയാണ്. ഡോക്ടർ ഓക്കെ. താങ്ക് യു നസീം മാഡം ഫോർ ദി വണ്ടർഫുൾ ഫീഡ്ബാക്ക്. ജഗതി മാഡം പ്ലീസ്. താങ്ക് യു സർ. താങ്ക് യു സുനിൽ സാർ. സാർ ഹൗസ് ഓഫ് ലേഡി സാറിനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാറെ. സാറ് ഞങ്ങൾക്ക് ഒരുപാട് ആവേശവും ആഗ്രഹവും അതുപോലെ അറിവും തരുന്നതായിരുന്നു സാറിന്റെ സെഷൻ. ഒത്തിരി സന്തോഷം സാറിനെ ഇവിടെ ഇടയ്ക്ക് കാണുന്നതില്. പിന്നെ ഒരു ചോദ്യമുണ്ട് സാറിന്. ഈ 12 മണിക്ക് ഒക്കെ PPT ഉണ്ടാക്കിയിട്ട് ആ സമയത്ത് ഒത്തിരി വൈകി കിടന്നിട്ട് എങ്ങനെയാണ് ഇത് രാവിലെ എഴുന്നേറ്റ് ഇത്ര ഊർജത്തോടെ സംസാരിക്കാൻ സാധിക്കുന്നത്? അതിന്റെയൊക്കെ മാജിക് അതൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ശരിക്കും സാറ് ഞങ്ങൾക്ക് വളരെ വലിയ ഒരു റോൾ മോഡലാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്ക് ബൂസ്റ്റ് ആവും. ഞങ്ങളിങ്ങനെ കുറച്ച്
തളർന്നിരിക്കുന്ന അവസരങ്ങളിൽ സാറിനെയൊക്കെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു സന്തോഷം. സ്നേഹന്റെ ഡിഫറൻസ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇതിപ്പോ യൂട്യൂബിൽ കിട്ടാത്തത്? ഇത് എനിക്ക് ഫുള്ള് കേൾക്കാൻ പറ്റിയില്ല തുടക്കത്തിൽ. അത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. സംസാരം എന്തായിരിക്കും അത്? ഞാൻ നോക്കിയിട്ട് കാണുന്നേ ഇല്ല കേട്ടോ, നമ്മുടെ ഈ യൂട്യൂബിൽ ഇതിന്റെ അത് കാണില്ല. താങ്ക് യു. താങ്ക് യു അവധി സാർ. യൂട്യൂബിൽ ഇപ്പൊ നമ്മൾ ഒരു ഫിൽറ്ററിങ് കഴിഞ്ഞിട്ട്, അപ്പം ഇത് സാർ പറഞ്ഞ പോലെ തോട്ട് ഫിൽറ്റർ ചെയ്യുന്ന പോലെ റെക്കോർഡിങ് ക്ലൗഡിൽ റെക്കോർഡ് ചെയ്തിട്ട് ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് യൂട്യൂബിൽ ഇടുന്നത് ഞാൻ മനസ്സിലാക്കിയത്. ഇത് ഒരു ഒഫീഷ്യൽ റെസ്പോൺസ് അല്ല, എൻ്റെ പേഴ്സണൽ റെസ്പോൺസ് ആണ്. അതിനകത്ത് എന്തെങ്കിലും യൂട്യൂബോ അല്ലെങ്കിൽ ഈവൻ ഫോട്ടോ വരുമ്പോൾ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വരുന്ന കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഇടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അതുകൊണ്ടാണ് യൂട്യൂബിൽ വരാൻ ലേറ്റ് ആവുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് യൂട്യൂബിലുള്ള റെക്കോർഡാണ് എപ്പോൾ വേണമെങ്കിൽ കാണാം. പക്ഷെ 6:30 വന്നത് കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് നമുക്ക് ഓർമ്മപ്പെടുത്താനോ ഒരു റിവൈസിങ് എന്നൊക്കെ പറയുന്ന പോലെ വേണമെങ്കിൽ കാണാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ വരാത്തത് ഈ പ്ലാറ്റ്ഫോമിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല, അവരവരുടെ ഔദ്യോഗിക തിരക്കായിട്ട്. ഞാനും യാത്ര പോകുമ്പോൾ എനിക്ക് വരാൻ പറ്റാറില്ല. ഇപ്പൊ കഴിഞ്ഞ ശനി ഞായർ ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ പോലെ അത് പേഴ്സണൽ കാര്യങ്ങൾ. പക്ഷെ യൂട്യൂബില് അത് ഫിൽറ്റർ ചെയ്തിട്ട് വരുമെന്ന് തോന്നുന്നു. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. താങ്ക് യു ജഗതി മാഡം. എത്ര തിരക്കിന്റെ ഇടയിലും ട്രെയിനേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാൻ മാഡം കാണിക്കുന്ന ആ ഒരു അതിനൊരു പ്രത്യേക നന്ദി. നമ്മുടെ ബിനീഷ് സാർ, ഈ വളരെ വളരെ പ്ലസന്റ് സർപ്രൈസ് എന്ന് പറഞ്ഞ ബിനീഷ് സാറിന്റെ സാന്നിധ്യം. ബിനീഷ് സാർ പ്ലീസ്, മ്യൂട്ടാണ്. സുനിൽ സാറേ, താങ്ക് യു. പുറത്താന്നേ ഉള്ളു, ഓഡിയോന്റെ പ്രശ്നം ഉണ്ടാവും. ക്ലിയർ അല്ലേ സാറേ? ക്ലിയർ പ്ലീസ്. പരീഷ് സാർ നമസ്കാരം. കുറെ കാലത്തിന് ശേഷം കണ്ടു. അടിപൊളി ക്ലാസ്. ആ പഴയ എനർജി അതേപോലെ തന്നെ ഉണ്ട്. പഴയ എനർജി എന്നല്ല സാറ് കുറേയും കൂടി ഭയങ്കര പാകപ്പെട്ടു എന്നാണ് തോന്നുന്നത്. ആദ്യമുള്ള ഒരു എന്താ പറയണ്ടേ, പണ്ട് കംപ്ലീറ്റ് അടിച്ചുപൊളിയായിരുന്നു. ഇപ്പൊ അതിൽ നിന്ന് മാറി ഒരു എന്താ പറയണ്ടേ, ഒരു ക്ലാസ് ലെവലിലേക്ക് സാർ എത്തിയിട്ടുണ്ട്. പിന്നെ ടോപ്പിക്കിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല, സാറ് പ്രസന്റേഷനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. അടിപൊളി, നല്ല പണ്ട് മുതലേ കണ്ട് പരിചയമുള്ളയാണല്ലോ. പിന്നെ സുനിൽ സാറ് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു, കാണാം. പിന്നെ ജഗതി വേണ്ട, നമ്മളെ യൂട്യൂബിൽ ഇപ്പം കൊടുക്കുന്നത് ഡയറക്റ്റ് ലൈവ് അല്ല, റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡാണ് യൂട്യൂബിൽ ഇടുന്നത്. അതുകൊണ്ടാണ് ലൈവ് കിട്ടാത്തത്. ലൈവല്ല സാറേ, ലൈവല്ല. ഞാൻ നമ്പർ വെച്ചിട്ടൊക്കെ അടിച്ചു നോക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് 3 ദിവസമോ അല്ലെ 3ാമത്തെ ദിവസം നമുക്ക് ഒരുപാടെണ്ണം കിട്ടാതെ കുറച്ച് ദിവസത്തെ ബ്രേക്ക് ഉണ്ട്, കുറച്ച് ദിവസത്തെ ഉണ്ട്. കുറച്ച് ദിവസം മിസ്സിംഗ് ഉണ്ട് മാഡം, കുറച്ച് ദിവസം മിസ്സായി പോയി. ഓക്കെ താങ്ക് യു. ഓക്കെ, താങ്ക് യു ബിനീഷ് സാർ. വന്നതിന് നന്ദി, അത് ക്ലാരിഫിക്കേഷന് കൂടുതൽ നന്ദി. സാറുടെയൊക്കെ ഒരു അസാന്നിധ്യം നമ്മളെപ്പോഴും ഇതുണ്ട്, പക്ഷെ സാന്നിധ്യം നമ്മളെ വളരെ പ്രചോദിപ്പിക്കുന്നു. താങ്ക് യു. എന്തായാലും ആ ക്ലാരിഫിക്കേഷൻ നന്ദി. ഞാൻ എന്റെ സംശയം പറഞ്ഞത് മാത്രം, കാരണം ഔദ്യോഗികത പറയാൻ നമുക്ക് ഒരു എല്ലാവരോടും കോണ്ടാക്ട് ചെയ്യുന്നതുകൊണ്ട് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻ പറഞ്ഞതേ. കാരണം ഇത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് പറയാൻ താങ്കളെ പോലുള്ളവർക്കേ പറ്റുള്ളൂ. താങ്ക് യു വിനീഷ് സാർ. അത് പരീഷ് സാറിനുള്ള ഒരു ആദരവ് കൂടിയാണ് സാറുടെ ഒരു ഫീഡ്ബാക്ക് എന്ന് ഞാൻ പറയുന്നത്. താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട ഇളങ്കോ സാർ പ്ലീസ്. ഗുഡ് മോർണിംഗ് സാർ. സുനിൽ സാറുടെ സാന്നിധ്യം എപ്പോഴും നമ്മൾക്ക് എല്ലാവർക്കും ഒരു എൻകറേജ്മെന്റ് ആണ്. ആൻഡ് വണ്ടർഫുൾ PD വർക്ക് ടുഡേ ആൾസോ. താങ്ക് യു സാർ. പിന്നെ പരീഷ് സാർ, യു ആർ റിയലി ഗ്രേറ്റ്. എനിക്കറിയാം സാറിനെ കുറിച്ച്. സാറ് വിഷൻ ബോർഡിന് ഒരു ക്ലാസ് എടുത്തിരുന്നു. ആദ്യം ഞാൻ അതാണ് കാണുന്നത്, വിഷൻ ബോർഡ് എങ്ങനെയാണ് ചെയ്തിരുന്നത്, ഞാൻ എന്ത് ചെയ്തു. ഇന്ന് 2ാമത്തെ ഒരു ടോപ്പിക് കൂടെ കിട്ടി. വിഷൻ ബോർഡിന് അല്ലാതെ അച്ഛൻ എത്ര ആണിയുമായിട്ട് കഷ്ടപ്പെട്ട് ഇത് ചെയ്തോണ്ടിരുന്നു, അതിൽ കൂടെ വളർന്നു വന്നവനാണ് ഈ പരീത്. അപ്പം ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത് പലതും ബാക്ക് ഡ്രോപ്സ് ഓർക്കുമ്പോഴാണെന്ന് സാർ നമ്മളെല്ലാം ഒന്ന് ബോധ്യപ്പെടുത്തി. അപ്പൊ സക്സസ് എന്ന് പറയുന്ന ഡെഫിനിഷൻ ഇങ്ങനെയായിരിക്കണം. എല്ലാവരും they start from their life, but I started from my father's life. So always think of your background first
then from there you start build your basis. സാറ് ഒരു അഡീഷണൽ ടോപ്പിക് കൂടെ പറഞ്ഞു നന്നായിട്ട് എനിക്ക് ഓർമ്മ കിട്ടി. നല്ല രീതിയിൽ സാറ് സെഷൻ എടുത്ത്, പിന്നെ സാറിനെ ബിനീഷ് സാറോ ബാക്കിയാറും പറഞ്ഞതുപോലെ സാറിനെ ഒന്നും കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അനുമോദിക്കാനാണ് ഞാൻ ക്യാമറയിൽ വന്നത്. താങ്ക്സ് എ ലോട്ട് ഫോർ മേക്കിംഗ് our life very wonderful, sir. Thank you everybody. Thank you, sir. താങ്ക് യു ഇളങ്കോ സർ. താങ്ക് യു സാർ. സാറും നമ്മുടെ മറ്റേ വിൻസൻ സാറിന്റെ ലീഗൽ ക്ലാസ്സിലും വളരെ സപ്പോർട്ടീവ് റോളാണ് എടുക്കുന്നത്. ഇനി ആരും ഹാൻഡ് റൈസ് ചെയ്ത് കാണുന്നില്ല, സമയം 8:15 ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടോ അൺമ്യൂട്ട് ചെയ്തിട്ടോ പറഞ്ഞാൽ. രാജാദേവി മാഡം പ്ലീസ്. ഞാൻ ഒരു വലിയ എല്ലാവർക്കും ഒരു പ്രചോദനമാകുന്ന ഒരു കാര്യം പറയാനാണ് വന്നത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു അന്ന്, ഗോൾ സെറ്റിങ്ങിനെ പറ്റി, അതിന്റെ സക്സസ് എങ്ങനെ ഉണ്ടാകാം എന്ന്. സത്യത്തിൽ ഇന്നലെ ഒരു വലിയ ഗോൾ സെറ്റിങ് അല്ല, ഒരു ഗോള് അച്ചീവ് ചെയ്തു ഞാൻ. അതായത് ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ എന്നെ ഡാൻസിനോ പാട്ടിനും കൂത്തിനും ഒന്നും വിടില്ല എന്നാണ് എൻ്റെ അച്ഛനമ്മമാര് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഡാൻസ് ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഇന്നലെ ഒരു വലിയ സദസ്സിന് മുമ്പിൽ ഞാൻ ഒരു ക്ലാസിക്കൽ ഡാൻസ് അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ ആ ഗോള് സെറ്റിലായി. അങ്ങനെ അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്രായത്തിൽ, ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഇപ്പൊ തന്നെ 8 വർഷമായി, ഈ ഒരു പ്രായത്തിൽ അങ്ങനെ ഒരു സാഹസം കാണിച്ച് എല്ലാവരുടെയും കയ്യടി നേടി എന്നുള്ളതാണ്. എല്ലാവരും പറഞ്ഞു വളരെ നല്ലതായിരുന്നു എന്ന്. അപ്പൊ വേഷമൊക്കെ കെട്ടി കളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു, അത് നടന്നു. ഞാൻ ഞാൻ എഴുതിയൊന്നും വെച്ചിട്ടില്ലായിരുന്നെങ്കിലും എൻ്റെ ഉപബോധ മനസ്സിൽ നിന്ന് അത് എന്നും ഉണ്ടായിരുന്നു. എനിക്ക് അപ്പൊ പറയാനുള്ളത്, നമ്മള് പേപ്പറിൽ എഴുതുന്നതിലും നമ്മുടെ മനസ്സിൽ എഴുതണം. മനസ്സിലെഴുതാതെ പേപ്പറിൽ എഴുതിയിട്ട് ഒരു കാര്യമില്ല. അപ്പം ഉപബോധ മനസ്സിൽ നമ്മൾ എഴുതി വെക്കുക ദിവസവും. അതിന് നമ്മൾ മനസ്സിനെ കാണുക മനസ്സുകൊണ്ട്, എന്നിട്ട് അവിടെ എഴുതി വെക്കുക. അത് ദിവസവും അപ്പോൾ ഓർമ്മയും വരും. നമ്മള് മെഡിറ്റേഷൻ ഇരിക്കുമ്പോ തന്നെ അത് ഓർമ്മ വരും. അപ്പൊ അതൊരു ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് അതാണ്. അത് പറയാനും കൂടിയാണ് ഞാൻ വന്നത്. അപ്പൊ പരീത് കുഞ്ഞ സാറിന്റെ ക്ലാസ് ഒരുപാട് പ്രചോദനമാണ്. ഒരുപാട് കാര്യങ്ങള് സത്യത്തിൽ നമ്മളൊക്കെ ഗോഡ് ഇൻ ബോഡിയാണ്. ദൈവം നമ്മൾ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞാൽ, നമ്മളിലൂടെയാണ് ദൈവം എല്ലാ അനുഭവങ്ങളും, സന്തോഷത്തിന്റെയും നിർവൃതിയുടെയും അനുഭവങ്ങൾ ദൈവം നമ്മളിലൂടെയാണ് ആസ്വദിക്കുന്നത്. പക്ഷെ അപ്പൊ ചോദിക്കും നെഗറ്റീവ്, അതായത് ദുഃഖവും. ദൈവത്തിന് സെലക്ട് ചെയ്യാൻ അറിയാം. ദൈവം ഒരിക്കലും ദുഃഖവും നമ്മുടെ കഷ്ടപ്പാടുകളും ഒന്നും ഷെയർ ചെയ്ത് അനുഭവിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ദൈവം അനുഭവിക്കുന്നത് നമ്മൾ ചെയ്യുന്ന നന്മകൾ, സ്നേഹം, ആനന്ദം, സന്തോഷം, അത് ഏത് രീതിയിലായാലും, കലാപരമായിട്ടായാലും നോളജ് പരമായിട്ടായാലും എന്ത് കാര്യത്തിലായാലും, സ്നേഹത്തിന്റെ കാര്യത്തിലായാലും എവിടെ ആയാലും ആ സന്തോഷമാണ് ദൈവം എൻജോയ് ചെയ്യുന്നത്. നമ്മളൊക്കെ ആ ദൈവത്തിന്റെ അംശമാണ്. അതുകൊണ്ടാണ് തത്വമസി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ചിന്തയില് നമ്മളെ തന്നെ കണ്ടു നോക്കിയാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒന്നും തന്നെ ഇല്ല. എൻ്റെ ഈ പ്രായത്തിൽ എനിക്കിത് സാധിച്ചു. അതാണ് ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നത്. അത് ആർക്കെങ്കിലും പ്രചോദനമാണെങ്കിൽ എനിക്ക് സന്തോഷമായി. ഇനിയും എനിക്ക് വലിയ ഗോളുകളുണ്ട്. അത് ഞാൻ ഇവിടെ പറയുന്നില്ല. അത് എത്രയും വേഗം അച്ചീവ് ചെയ്തിട്ട് പറയാം എന്ന് വിചാരിക്കുന്നു. ഒത്തിരി ഗോളുകൾ ഈ റിട്ടയർമെന്റിന് ശേഷം ഞാൻ എടുത്തു. എനിക്കൊരു ട്രെയിനർ ആകണം, എനിക്കൊരു സൈക്കോളജിസ്റ്റ് ആകണം, എനിക്കൊരു കൗൺസിലർ ആകണം, എനിക്ക് നല്ല ഒരു ജ്യോതിഷ ആകണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഒരു ഹിപ്നോട്ടിസ്റ്റ് ആകണം. ഇതെല്ലാം ഞാൻ അച്ചീവ് ചെയ്തു. ഇത് ലാസ്റ്റ് ഈ ഒരു ഗോൾ എടുത്തിട്ട് അധികകാലം ഒന്നും ആയില്ല. അങ്ങനെ ഈ ഒരു ഗോളും ഞാനിതാ അച്ചീവ് ചെയ്തിരിക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നുന്നത് എന്നാന്ന് വെച്ചാല്, ഒരു ഡാൻസ് അരങ്ങേറുക എന്ന് പറയുന്നത് ഒരുപാട് കാലത്തെ പരിശ്രമം കൊണ്ടേ സാധിക്കുള്ളൂ. ഒരു 8 കൊല്ലം വേണമെന്നാണ് എന്നോടൊരു ഡാൻസ്. ഞങ്ങളുടെ സിനർജിയിലായിരുന്നു.
ജോബി സാറൊക്കെ ഒത്തിരി അഭിനന്ദിച്ചു. അപ്പൊ ഞാൻ ഒത്തിരി 8 വർഷം കൊണ്ട് കയറുന്ന ആ സംഭവം ഞാൻ ഈ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് സംഭവിച്ചെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ പിന്നെ എല്ലാ ആ ഒരു വലിയ ഡാൻസ് മാസ്റ്റേഴ്സിനോടൊക്കെ ക്ഷമ പറഞ്ഞു. കാരണം ഞാൻ അവരൊക്കെ തപസ്സുകൊണ്ട് നേടുന്നത് ഞാൻ വെറും കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് അങ്ങനെ സംഭവിച്ചുവെങ്കിൽ അവരോട് ക്ഷമ പറയാതെ പറ്റില്ലല്ലോ. അങ്ങനെ അവരോടൊക്കെ ക്ഷമ പറഞ്ഞ് ഞാൻ അരങ്ങിലേക്ക് കയറുകയാ ചെയ്തത്. പക്ഷെ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എനിക്ക്. ഞാൻ മറ്റുള്ളവരുടെ സാറ്റിസ്ഫാക്ഷനോ അവരുടെ അപ്രീസിയേഷനോ ഒന്നും ഞാനിപ്പോൾ എടുക്കാറേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ചെയ്യുന്നതെല്ലാം എനിക്ക് വേണ്ടിയാ, എന്റെ സംതൃപ്തിക്ക് വേണ്ടിയാ, എന്റെ ജന്മസാഫല്യത്തിന് വേണ്ടിയാ. അതുകൊണ്ട് എന്നെ കുറ്റം പറഞ്ഞാലും എന്നെ നെഗറ്റീവായിട്ട് ഇടിച്ച് താഴ്ത്തിയാലും ഞാൻ അതൊന്നും ഇപ്പം എന്നെ അഫക്റ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ പണമോ പ്രശസ്തിയോ അങ്ങനെയുള്ള ഒരു കാര്യമോ അല്ല ഞാനിപ്പോ നോക്കുന്നത് എന്റെ സംതൃപ്തിയാ. എനിക്ക് ഈ ജീവിതം കുറച്ചുകൂടി ഉള്ളൂ, അവിടെ ചെയ്തു തീർക്കാനുള്ളതെല്ലാം ചെയ്തു തീർക്കുക. അതുകൊണ്ട് തന്നെ എനിക്കൊരു വളരെ വലിയ കോൺഫിഡൻസ് ആണ്. അതുപോലെ തന്നെ എനിക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനമാകുമെങ്കിൽ. തീർച്ചയായിട്ടും വളരെ പ്രചോദനമാണ്. കാരണം ഏജ് അല്ല, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. ഇപ്പൊ മാഡം പറഞ്ഞത് കറക്റ്റ് ആണ്, മനസ്സിൽ കുറിക്കണം. പക്ഷെ എല്ലാവർക്കും മാഡത്തെ പോലെ മനസ്സിൽ കുറിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപാട് സക്സസ്ഫുൾ പേഴ്സൺ കണ്ടേനെ. അവിടെയാണ് ഈ ട്രെയിനിങ്ങിന്റെ പ്രസക്തി ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് പറയുമ്പോ നമ്മള് സബ് കോൺഷ്യസ് മൈൻഡ് അല്ല, കോൺഷ്യസ് മൈൻഡിൽ കൂടെ കൊടുക്കുന്നു. പോട്ടെ, നമുക്ക് ഒരു സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഒരു ഹാൻഡ് റൈസിംഗ് കൂടെ ഉണ്ട്. അതുകൊണ്ട് മാഡം ഒന്ന് വെയിറ്റ് ചെയ്താൽ നന്നായിരിക്കും. ജയേഷ് സാർ, ഹരീഷ് സാറിനും സമയമായി തോന്നുന്നു. മക്കള് റെഡിയായി 2 മിനിറ്റ് സാർ. ജയേഷ് സാർ. Yes, sir, please. Yes, sir. Hello. Sunil sir, very good morning. Sorry sir, ഞാൻ വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. ഇന്നത്തെ ക്ലാസിന്റെ മികവ്, അതുപോലെ തന്നെ സുനിൽ സാറിന്റെ സാന്നിധ്യം കൊണ്ട് ഇന്നത്തെ ദിവസം വളരെ ധന്യമായി. നമുക്കൊക്കെ അറിയാം, രാജഫിലിപ്പ് സാറും അതുപോലെ തന്നെ സുനിൽ സാറൊക്കെ സ്ഥിര സാന്നിധ്യമാണ്. നമ്മളെയൊക്കെ അടുപ്പിക്കുന്നതും നമ്മളെ എത്ര തിരക്കുണ്ടെങ്കിലും ഇതിലിടയ്ക്ക് ഓരോ തല കാണിക്കുന്നത് സാറിന്റെയൊക്കെ സാന്നിധ്യം പ്രചോദനമാണ്. എനിവേ, ഇന്നത്തെ ക്ലാസ് വളരെ എന്താ പറയാ, നമുക്ക് വളരെ പ്രചോദനാത്മകമായിരുന്നു. പരീത് സാറിന്റെ ലക്ഷ്യം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അനുഭവം, അദ്ദേഹത്തിന്റെ ജീവിത പാതകൾ നമുക്ക് എല്ലാവർക്കും വളരെയധികം മോട്ടിവേഷണലാണ്. എന്തെങ്കിലും ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ലക്ഷ്യബോധമില്ലാത്തവന് മൃഗതുല്യനാണെന്ന് പറയും. ഇവിടെ നമുക്കറിയാം, ഈ പുതിയ കാലഘട്ടത്തില് എന്തിന്റെയൊക്കെയോ പുറകിൽ ഓടുന്ന ആളുകൾ വന്ന വഴി ഓർമ്മയില്ല. നമ്മുടെ പൂർവ്വകാല ചരിത്രം, അതുപോലെ നമ്മുടെ സ്ട്രഗ്ലിങ്സ് ഒന്നും ഇല്ലാതെ വളരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഡിപ്രസ് സ്റ്റേറ്റിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഈ പനീർ സാറിന്റെ ഒരു മൈൻഡ് സെറ്റ് നമുക്കൊക്കെ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് മനസ്സിലായി. അത്തരത്തിൽ ചിന്തിക്കുന്ന, ആ പൂർവ്വകാല കഥകളും വന്ന വഴികളൊക്കെ മറക്കാത്ത ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഡിപ്രസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് കടക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം നമ്മൾ അടുത്തിടെ കേൾക്കുന്നുണ്ടായി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട് 40% ടോട്ടൽ പോപ്പുലേഷൻ, വേൾഡ് പോപ്പുലേഷൻ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഡിപ്രഷന് അടിമയായിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്യബോധമുള്ളവർക്കൊന്നും ഒരിക്കലും അത്തരത്തിൽ പോകാനോ അല്ലെങ്കിൽ ആ ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് മാറാൻ പറ്റില്ല. കാരണം എന്നും നമ്മൾ ഉണരുന്നത് എന്തെങ്കിലും ലക്ഷ്യത്തിലേക്കാണ്, എന്തെങ്കിലും ഉദ്ദേശത്തിലേക്കാണ്. അതുപോലെ വന്ന വഴികള് അദ്ദേഹം അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: എന്റെ ഈ വാക്കുകൾ, ഞാൻ വന്ന വഴികൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രചോദനമാവുകയാണെങ്കിൽ ഞാൻ ധന്യനായി എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള നല്ലൊരു ട്രെയിനറുടെ വാക്കുകളായിരുന്നു. നമ്മളെല്ലാവരും പ്രചോദനം കൊള്ളിച്ച അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. അതുപോലെ സുനിൽ സാർ, വൈകിയ വേളയിൽ സാറിന്റെ സാന്നിധ്യം, സാറിന്റെ ആ ഫീഡ്ബാക്ക്, ആഡ് ഓൺ പോയിന്റ്സ് ഒക്കെ എപ്പോഴും ഞങ്ങളെ വല്ലാതെ പ്രചോദനം കൊള്ളിക്കുന്നുണ്ട്. വീണ്ടും ഈ പ്ലാറ്റ്ഫോം ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സർ. ഓവർ ടു യു സുനിൽ സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജയേഷ് സാർ. ഒരു
മറ്റേ ഒറ്റപ്പാലത്ത് മറ്റേ വീട്, തൃശ്ശൂര് ഒരു ബുക്ക് പബ്ലിഷിംഗ്, അതിൻ്റെ ഒരു പ്രത്യേകിച്ച് CBSE സ്കൂളുകളിൽ ബുക്ക് പബ്ലിഷിംഗ് ആണ് ജയസ് സാറ്. ഞാൻ പരീ സാറിന് അറിയാത്തതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹം നമ്മുടെ ഇംഗ്ലീഷ് ക്ലബിലും നമ്മുടെ 6:30 സെഷനിലും ഒരു സജീവ സാന്നിധ്യമാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ നമ്മളങ്ങ് എപ്പോഴും നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇംഗ്ലീഷ് ക്ലാസ്സിലെ അടുത്ത ലൈവ് ആയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഷംല മാഡത്തിനെ ഞാൻ വിളിക്കുന്നു. ഷംല മാഡം പ്ലീസ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. പിന്നെ സാറ് PD ആയത് പിന്നെ പറയണ്ടല്ലോ, ഗംഭീരം. അതുപോലെ തന്നെ ഫരീദ് സാറിന്റെ ക്ലാസ്സുകൾ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. നമ്മള് തോട്ട്സ് തുടങ്ങി ഓൺലൈൻ തുടങ്ങിയ സമയത്ത് സാറ് വളരെ സജീവായിരുന്നു. നല്ല നല്ല ക്ലാസ്സുകളായിരുന്നു സാറിന്റെ വോയിസ് ആണ് ഏറ്റവും നല്ലത്. നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് കേൾക്കാൻ നമുക്ക് പറ്റും. ഇപ്പൊ നമ്മൾ എന്ത് തിരക്കിലാണെങ്കിലും, ഞാൻ കിച്ചണിലൊക്കെ സാധാരണ ഇത് എല്ലാം ഓഫ് ചെയ്തിട്ടിട്ട് ഞാൻ എന്റെ പണികൾ നടക്കും, ഞാൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കും, അങ്ങനെ ചെയ്യാറ്. പക്ഷെ ഞങ്ങള് മനസ്സിനെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യും. ചില നേരത്തെ നമ്മൾ വേറെ ചിന്തകളിലേക്ക് പോകും ചില ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ, അങ്ങനെ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് പോകാറുണ്ട്. പക്ഷെ ഇത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഓരോന്നും എന്താ നമ്മൾ കേൾക്കാത്തത് ചോദിക്കുന്നത് പോലെയുള്ള മനസ്സിലേക്ക് ഇട്ട് തരിക ഓരോ വാക്കുകളും. വളരെ നല്ല ക്ലാസ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ലൈഫിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ട കാര്യത്തെ കുറിച്ച് സാറ് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാല് ചെയ്യാത്ത കാര്യമാണ്, പക്ഷെ കേട്ടപ്പോ തോന്നി കുറച്ചും കൂടി ഒന്ന് ശരിയാവാനുണ്ട്. നമുക്ക് തന്നെ ഒരു ബോധം മനസ്സിലേക്ക് കൊണ്ടുവന്നു ഈ ക്ലാസ്. വളരെ നല്ല എനർജറ്റിക് ക്ലാസ്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു ഷംല മാഡം. എൻ്റെ 5:30 സെഷൻ ഇംഗ്ലീഷ് സെഷനിലും 6:30 ഇംഗ്ലീഷ് സെഷനിലും വളരെ സജീവമാണ് ഷംല മാഡം. ഒരു നല്ലൊരു അപ്കമ്മിങ് ട്രെയിനറും കൂടിയാണ് എന്ന് ഞാൻ കൂടെ പറഞ്ഞോട്ടെ. താങ്ക് യു. ഇനി ആരും ഹാൻഡ് റൈസ് കാണുന്നില്ല. സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് എനിക്കിനി ഫീഡ്ബാക്ക് പറയാനൊന്നുമില്ല. കാരണം എനിക്ക് ഒരു നഷ്ടപ്പെട്ട കുഞ്ഞാടിനെ തിരിച്ചു കിട്ടി എന്നൊക്കെ പറയുന്ന പോലെ സാറുടെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞാൽ അത് എത്രയോ അതുള്ള എൻ്റെ ഇൻട്രൊഡക്ഷൻ വളരെ പരിമിതമായി പോയി എന്നൊരു തോന്നലുണ്ട്. കാരണം വിഷൻ ബോർഡിനെ കുറിച്ചൊന്നും ഞാൻ ആ സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നില്ല. സാറിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പരാമർശിക്കാൻ വിട്ടുപോയി എന്നുള്ളൊരു ക്ഷമാപണത്തോടെ. പക്ഷേ സാറിൻ്റെ ഇന്നത്തെ ക്ലാസ് ഉണ്ട്. ജനുവരി 18 എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും നമ്മൾ പറയും ജനുവരി മാസമാണ് ന്യൂ ഇയർ. ഓരോ ദിവസവും ജനുവരിയിൽ 31 വരെ നമ്മൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കും, പിന്നീടാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. പക്ഷെ സാറ് പറഞ്ഞ പോയിന്റ്സ്, എന്തുകൊണ്ടാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് നമ്മൾ ഫെയിലിയർ ആവുന്നു, പിന്നെ ആ ഡെഫിനിഷൻ ഓഫ് സക്സസ് ഞാനും എഴുതി വെച്ചിരുന്നു. കാരണം ഞാൻ PD ആയതുകൊണ്ട് ഞാൻ മാത്രം പറയാനുള്ളൂ വിചാരിച്ച് വെയിറ്റ് ചെയ്താണ്. എൻ്റെ റോൾ മോഡൽ എൻ്റെ അച്ഛനായിരുന്നു. അച്ഛൻ്റെ കുറേ വാല്യൂസാണ് എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത്. അച്ഛൻ്റെ ലെവലിൽ എത്താൻ പറ്റി. അപ്പം ഞാനും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്നത് ഇത്രേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ ഓഡിയൻസിൻ്റെ നല്ല ഇൻട്രാക്ഷൻസ്, വളരെ ഗംഭീരമായിട്ട് സാറ് ഒരു എന്താ പറയുക, ഇൻസ്പയറിങ് പ്രസൻറ്റേഷൻ, ഇൻഫോർമേറ്റീവ് പ്രസൻറ്റേഷൻ. കാരണം ഗോൾ സെറ്റിംഗ് എല്ലാവരും കേട്ട് കാണും, വായിച്ച് മറന്നു കാണും. പക്ഷേ എങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് 5 പ്രിൻസിപ്പിൾസ് ഓഫ് ഗോൾ സെറ്റിംഗ്. അത് സാറ് ഡേറ്റ് വരെ പറഞ്ഞു, 26 ജനുവരി 26 നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം സാറിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇന്നിപ്പോൾ ആദ്യമായിട്ട് കയറുന്നവർക്ക് മനസ്സിലായി കാണും. ഞാനും ബിനീഷ് സാറും അല്ലെങ്കിൽ ഇത് നേരത്തെ പലരും കേട്ടു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ മനസ്സിലാക്കി അനുഭവിച്ചാണ്. സാറ് ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ 1 or 2 തവണയെങ്കിലും, ആഴ്ചയിൽ 1 പറയുന്നത് ഇത്തിരി എക്സാജറേഷൻ ആയിരിക്കും, മാസത്തിൽ 1 തവണയെങ്കിലും സാറ് വന്നു ഇതുപോലെ നല്ല ടോപ്പിക്കുകൾ വരണം. വിഷൻ ബോർഡിനെ കുറിച്ചും, അല്ലെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞിട്ട് വിഷൻ ബോർഡിനെ കുറിച്ച് ഒന്നും കൂടെ. കാരണം നമ്മുടെ ഓഡിയൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇപ്പം എന്നെ പോലുള്ളൊരു തുടക്കം മുതൽ ഉണ്ടായിരിക്കാം, പക്ഷേ പുതിയ ആൾക്കാർക്ക് വേണ്ടിയെങ്കിലും സാറ് താങ്ക് യു. സാറിൻ്റെ സമയം ഒരുപാട് അതിക്രമിച്ചു, എനിക്കും ഇറങ്ങാൻ സമയമായി. എങ്കിലും സാറിൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത, ആക്റ്റീവായിട്ട് ലിസൺ ചെയ്ത, ഫീഡ്ബാക്ക് പറഞ്ഞ
ചാറ്റിലൂടെ മെസ്സേജ് തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സാറിന്റെ റെസ്പോൺസ്. താങ്ക് യു. തീർച്ചയായും ഈ 2023 ഏറ്റവും നല്ല ദിനം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും ഇന്നത്തെ ഈ നിമിഷങ്ങളാണ്. എല്ലാവരും പറഞ്ഞതുപോലെ റൂബി മാമിന്റെ ചിന്തോദ്ദീപകമായ വാക്കുകളിലൂടെ തുടങ്ങി. സുനിൽ സാറാണ് PD എന്ന് എന്നോട് റൂബി മാം പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്കറിയാം സാറിന്റെ PD ആയി സാർ ഇതിനു മുമ്പ് എന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഒരുപാട് പേരുടെ സാർ ഇരുന്ന് സാറ് ലാസ്റ്റ് മൊമെന്റ് വരെ എത്ര തിരക്കാണെങ്കിലും ഇരിക്കുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ഇതിന് ഓരോന്നും അവിടെ വരുന്ന മെസ്സേജുകള്, അതേപോലെ ഹാൻഡ് റൈസ് ചെയ്യുന്നവരാരൊക്കെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നോക്കി അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുറഞ്ഞു പോയിട്ടൊന്നുമില്ല, ഒട്ടും കുറഞ്ഞു പോയില്ല, കൂടിപ്പോയെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അങ്ങനെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന സുനിൽ സാറിന്റെ PD എന്ന ആ ഉത്തരവാദിത്വവും അതുപോലെ ഇവിടെ വന്നെത്തിയ ഓഡിയൻസ് ആദ്യം മുതൽ അവസാനം വരെ ഇരുന്നു. ഇത്രയും വൈകിയെങ്കിലും എല്ലാവർക്കും തന്നെ അവരുടെ മക്കളെ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ എത്തിക്കേണ്ടത്, ജോലി സ്ഥലത്ത് പോകേണ്ടതുണ്ട്. അതിന്റെ തിരക്കിലും ഓട്ടത്തിലുമാണ് പലരും മനസ്സിലായി. അതിനിടയിൽ ഇരുന്ന് ക്ലാസ് ശ്രദ്ധിക്കുകയും ഒപ്പം നല്ല ഫീഡ്ബാക്കുകൾ നൽകുകയും ചെയ്ത എല്ലാവരോടും എനിക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ജനുവരി 26 വീണ്ടും കാണാം. ഒപ്പം തന്നെ സുനിൽ സാർ പറഞ്ഞതുപോലെ ഇടയ്ക്ക് നമുക്കും വ്യത്യസ്ത വിഷയങ്ങളുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കാണാം. എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും കാണാം. നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു പരീത് സാർ. ഇനി നമ്മളുടെ റിച്വൽ അനുസരിച്ച് ഓപ്പൺ സെഷനാണ്. 8:32 8:30 ഇറങ്ങിയില്ലെങ്കിൽ എന്റെ ഹാഫ് ഡേ ലീവ് പോകും. ഞാൻ ലീവ് ചെയ്യട്ടെ സാറേ. Okay, very good, sir. Thank you. Thank you for wonderful presence and inspiring presentation once again. Thank you. 26 ഞങ്ങള് കാതോർത്തിരിക്കുന്നു. Thank you. നസീം മാഡം, ആരാധന മാഡം നേരത്തെ പറയാൻ ബാക്കി നിർത്തിയതൊന്നും പറഞ്ഞാൽ കൊള്ളാം. കാരണം ലീവ് കളയണ്ട, വേറെ ആളെ ഹോസ്റ്റ് ആക്കിയിട്ട് പൊക്കോ. അതെ, അതിനാണ് ഞാൻ വിളിക്കുന്നത്. ആരാണ് റെഡി എന്നുള്ളത് അറിയണം. സാധാരണ രാജുവിരിത് സാർ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ മറ്റേ ചാറ്റില് മെസ്സേജ് കൊടുക്കാറുണ്ടായിരുന്നു. ഇനി ലെറ്റ് ദ സെഷൻ കണ്ടിന്യൂ. ആരെങ്കിലും? രാധേ മാഡം. അല്ല സാറേ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്റെ അനുഭവം ഇല്ല, ഒന്നും പറയണ്ട. ഹോസ്റ്റായിട്ട് ഇരുന്നാല് ഞാൻ മൊബൈലിൽ കേൾക്കും, എനിക്ക് ഡ്യൂട്ടി അറ്റൻഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. മാഡത്തെ ഹോസ്റ്റ് ആക്കട്ടെ.